സ്ക്രീൻ കാണുന്നില്ലേ? ഓ, എത്രാമത്തെ പേജാണ് ഉസ്താ? 24-ാമത്തെ പേജ്. യെസ്. അല്ല, 21. യോ, എന്താ പാവല്ലേ. ആ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مقدمة الورقات. ഇമാം ഹറമൈനിന്റെ അൽ വറഖാത്തിന്റെ മുഖദ്ദിമ. ഇവിടെ അദ്ദേഹം ഹംദും സലാത്തും ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെയുള്ള നുസ്ഖയാണ് ഷെയ്ഖ് അബ്ദുള്ള ഫൗസാൻ അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നുസ്ഖയിൽ ഹംദും സലാത്തും ഇല്ല. നമ്മളാണ് കൂട്ടി കൊടുത്താൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. مقدمة الورقات. هذه ورقات تشتمل على معرفة فصول من أصول الفقه، وذلك مؤلف من جزئين مفردين أحدهما الأصول والثاني الفقه. هذه ഈ പറയാൻ പോകുന്നത് വറഖാത്തുൻ കുറച്ച് പേജുകളാണ്. തെഷ്തമിലു ആ പേജുകൾ ഉൾക്കൊള്ളും അലാ മഅരിഫത്തി ഫുസൂലി ഒരു കൂട്ടം ഫസ്ലുകളെ കുറിച്ചുള്ള അറിവിന്റെ മേൽ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഉപഗണ്ണികകളെ കുറിച്ചുള്ള അറിവിനെ ഉൾക്കൊള്ളും. മിൻ ഉസൂലുൽ ഫിഖ്ഹി, ഉസൂലുൽ ഫിഖ്ഹ് എന്ന വിജ്ഞാന ശാഖയിൽ നിന്നുള്ള ഒരു കൂട്ടം ഫസ്ലുകളുടെ മേൽ ഉൾക്കൊള്ളും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആവണുണ്ടോ? ക്ലിയർ ആണ്. ആ ഉസൂലുൽ ഫിഖ്ഹ് എന്ന ഈ ലഫ്ള് മുഅല്ലഫുൻ മിൻ ജുസ്ഐനി മുഫ്രദൈനി, രണ്ട് മുഫ്രദുകളായ ജുസുകൾ ചേർന്ന ഒരു മുഅല്ലഫാണ്. രണ്ട് മുഫ്രദുകളായ ജുസുകളാൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പദം ആണ് ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞത്. അഹദുഹുമാ, ആ രണ്ട് ജുസുകളിൽ നിന്നുള്ള ഒന്നാമത്തേത് അൽ ഉസൂൽ, ഉസൂൽ എന്ന പദം ആണ്. വസാനി, രണ്ടാമത്തത് അൽ ഫിഖ്ഹ്, ഫിഖ്ഹ് എന്ന പദം ആണ്. ഉസൂൽ ഫിഖ്ഹ് എന്നീ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു മുഅല്ലഫ് ആണ് ഉസൂലുൽ ഫിഖ്ഹ് എന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വിജ്ഞാന ശാഖയുടെ പേര്. ഇനി ഷെയ്ഖ് ഫൗസാന്റെ വിശദീകരണം ആണ്. ഖൗലുഹു ഹാദിഹി വറഖാത്ത്. ഹാദിഹി വറഖാത്ത് എന്ന മുഅല്ലിഫിന്റെ ഖൗല്, അതിനെക്കുറിച്ചാണ് ഷെയ്ഖ് ഫൗസാൻ പറയാൻ പോകുന്നത്. അൽ വറഖാത്ത് ജംഉ വറഖത്ത്. വറഖത്ത് എന്ന പദത്തിന്റെ ജംഉ ആണ് വറഖാത്ത്. വഹുവ ജംഉ മുഅന്നസിൻ സാലിം, അത് സാലിമായ ജംഉ മുഅന്നസാണ്. മിൻ ജുമൂഇൽ ഖില്ലത്തി, ഖില്ലത്തിന്റെ ജംഉകളിൽപ്പെട്ട ജംഉ മുഅന്നസ് സാലിമാണ് ഈ വറഖാത്ത് എന്ന പദം. അതിന്റെ സീബവൈഹിയുടെ അടുത്ത്, അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ചിലപ്പം ഈ അൽ വറഖാത്ത് എന്ന ഈ ജംഉ മുഅന്നസ് സാലിമ് വരും ജംഉൽ കസറത്തിന്റെ അർത്ഥത്തിലും വരും. അപ്പം ഒരു കൂട്ടം പേജുകൾ എന്ന് പറഞ്ഞ ജംഉൽ ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ 3 മുതൽ ഒരു 10 വരെ ഉള്ള എണ്ണം, അതിനാണ് നമ്മൾ വറഖാത്ത് ജംഉൽ ഖില്ലത്ത് എന്ന് പറയുന്നത്. ജംഉൽ കസറത്ത് എന്ന് പറഞ്ഞാൽ അതിന് എണ്ണമില്ല, എത്രയും ആവാം. അപ്പം അങ്ങനെ ഒരുപാട് പേജുകൾക്കും നമുക്ക് വറഖാത്ത് എന്ന് പറയാം. അതല്ല, ഒരു 8-10 പേജ് ഉള്ള ഒരു ചെറിയ റിസാലക്കും വറഖാത്ത് എന്ന് പറയാം. അബ്ബറ ബിദാലിക,
ഇവിടെ മുസന്നിഫ് വറഖാത്ത് എന്ന് ഇബാറത്തിടാൻ കാരണം ഈ ഖസ്ദി തസ്ഹീലി അലൽ മുബ്തദി, തുടക്കക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ മേലിൽ ഒരു തസ്ഹീല്, എളുപ്പമാവുക്കൽ ഉദ്ദേശിച്ചതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇത് വളരെ കുറച്ചേ ഉള്ളൂ, സംഗതി സിമ്പിളാണ് എന്ന ഒരു ധാരണ പഠിക്കുന്ന തുടക്കക്കാരനായ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വറഖാത്ത്, ഒരു കൂട്ടം കുറച്ച് പേജുകൾ എന്ന ഒക്കെ ശൈലി ഇദ്ദേഹം പ്രയോഗിക്കാൻ കാരണം. ലിയൻഷിത അലാ ഖിറാഅത്തിഹാ വൽ ഇൽമാമി ബിമാ ഫീഹാ. ഈ പുസ്തകം വായിക്കാനും ആ പുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ നല്ല പ്രത്യേകം പരിചിന്തനം നടത്താനും ഒക്കെ അവനൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട്. വഖൗലുഹു തശ്തമിലു അലാ മഅരിഫത്തി ഫുസൂലി. ഇനി മുസന്നിഫിന്റെ അടുത്ത വാക്കാണ് ഇദ്ദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തശ്തമിലു, ഈ വറഖാത്ത് ഉൾക്കൊള്ളും അലാ മഅരിഫത്തി ഫുസൂലി, ഒരു കൂട്ടം ഫസ്ലുകളെ കുറിച്ചുള്ള അറിവിനെ ഉൾക്കൊള്ളും എന്ന് പറഞ്ഞാൽ ഐ അലാ മഅരിഫത്തി അൻവാഇൻ മിനൽ മസാഇൽ കുല്ലു നൗഇൻ മിൻഹാ യുസമ്മാ ഫസ്ലൻ ലിൻഫിസാലിഹി അൻ ഗൈരിഹി. അലാ മഅരിഫത്തി അൻവാഇൻ മിനൽ മസാഇൽ, മസ്അലകളിൽ നിന്നുള്ള വിവിധ ഇനങ്ങളെ കുറിച്ചുള്ള അറിവിനെ ഉൾക്കൊള്ളും. കുല്ലു നൗഇൻ മിൻഹാ, ഈ മസ്അലകളിൽ നിന്നുള്ള ഓരോ ഇനവും യുസമ്മ, ആ ഓരോ ഇനത്തിനും പേര് പറയപ്പെടും ഫസ്ലൻ, ഫസ്ല് എന്ന് പേര് പറയപ്പെടും. ലിൻഫിസാലിഹി, ആ ഓരോ മസ്അലയും വേർപിരിഞ്ഞതിന് വേണ്ടി, വേറിട്ട് മറ്റൊന്നായി നിലകൊണ്ടതിന് വേണ്ടി. അലാ അൻ ഗൈരിഹി, അതല്ലാത്ത അതിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്ല് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മസ്അലയാണ് കാര്യമായിട്ട് ചർച്ചക്കെടുക്കുക, അത് കഴിഞ്ഞിട്ട് വേറൊരു മസ്അല ചർച്ചക്കെടുക്കും. അപ്പൊ അങ്ങനെ ഒരു മസ്അലയെ കുറിച്ചുള്ള ചർച്ചക്ക് ഇദ്ദേഹം ഫസ്ല് എന്ന് പേരിടും. എന്നിട്ട് അതിൽ നിന്ന് വേർപിരിഞ്ഞ് അതുമായിട്ട് ബന്ധമില്ലാത്ത അടുത്ത ഒരു മസ്അല, ചിലപ്പോൾ ഇതിനായിട്ട് ബന്ധം ഉണ്ടാകും, എന്നാലും ഇതൊരു വേറെ ഒരു മസ്അലയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു മസ്അലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഫസ്ല് എന്ന് പറഞ്ഞിട്ട് വേറെ ഖണ്ണിക എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഈ ഒരു ശൈലിയിലാണ് ഈ കിതാബ് ഉണ്ടാവുക എന്ന് അതിലേക്കുള്ളൊരു സൂചനയാണ് അദ്ദേഹം ഈ തന്നിട്ടുള്ളത്. വൽ ഫുസൂലു, ഈ ഫുസൂല് എന്ന പ്രയോഗം ജംഉ ഫസ്ലിൻ, ഫസ്ലിന്റെ ജം ആണ് ഫുസൂല് എന്ന് പറഞ്ഞാല്. ഇതിന് ഭാഷയില് അൽ ഹാജിസു ബൈന ശൈഅൈനി എന്ന ഒരു അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. രണ്ട് സംഗതികൾക്കിടയിലുള്ള ഒരു മറ, ഒരു തടസ്സം, ഒരു മതില്, ഒരു അതിര് എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ ഫസ്ല് എന്ന പദം ഭാഷയിൽ പ്രയോഗിക്കുന്നത്. തഫ്തസാനിയൊക്കെ അദ്ദേഹത്തിന്റെ ഷറഹിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. വഹുവ ഖിത്അത്തുൻ മിനൽ ബാബി, ഇവിടെ ഈ ഫസ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിത്അത്തുൻ മിനൽ ബാബി, ഒരു ബാബിന്റെ ഒരു ഭാഗം ആണ്, ഒരു ബാബിൽ നിന്നുള്ള ഒരു ഭാഗം ആണ്. മുസ്തഖില്ലത്തുൻ ബിനഫ്സിഹ, അതിന്റെ സ്വന്തം നഫ്സ് കൊണ്ട് നിലനിൽക്കുന്നതായ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു ബാബിന്റെ ഭാഗം. മുൻഫസിലത്തുൻ അമ്മാ സിവാഹ, അതല്ലാത്തതിനെ തൊട്ട് വേർപിരിഞ്ഞു നിൽക്കുന്നതായ സ്വതന്ത്രമായ നിലനിൽപ്പുള്ളതുമായ ഒരു വലിയ അധ്യായത്തിന്റെ ഒരു ഭാഗം. ഇതാണ് ഫസ്ല് എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തെസ്തമിലു, ഈ ഫസ്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഖണ്ണിക അത് ഉൾക്കൊള്ളും അലാ മസാഇല ഗാലിബൻ, ഒരു കൂട്ടം മസ്അലകളെ അത് ഉൾക്കൊള്ളും, ഗാലിബൻ അധികവും, സാധാരണഗതിയിൽ. വൽ ബാബു, ഈ ബാബ് എന്ന പ്രയോഗമോ അഅമ്മു മിനൽ ഫസ്ലി, അത് ഫസ്ലിനേക്കാൾ അഅമ്മാണ്. അതായത് ഫസ്ല് എന്ന പദത്തേക്കാൾ വ്യാപകാർത്ഥത്തിൽ ആണ് അൽബാബ് എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. അന്നഹു, കാരണം തീർച്ചയായിട്ടും ആ അൽബാബ് എന്ന പദം ഇസ്മുല്ലി ജുംലത്തിൻ മുഖ്തസ്സത്തി മിനൽ ഇൽമി, ഒരു അറിവിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ ഒരു കൂട്ടത്തെ കുറിച്ചാണ് നമ്മൾ ബാബ് എന്ന് പറയുന്നത്. തെസ്തമിലു, ആ ബാബ് ഉൾക്കൊള്ളും അലാ ഫുസൂലിൻ, ഒരു കൂട്ടം ഫസ്ലുകളെ ഉൾക്കൊള്ളും. വ മസായില, അതുപോലെ ഒരു കൂട്ടം മസ്അലകളെയും ഉൾക്കൊള്ളും, ഗാലിബൻ അധികരിച്ചും, സാധാരണഗതിയിൽ. വൽ കിതാബു, കിതാബ് എന്ന പദം അമ്മു, അത് ഇതിനേക്കാൾ വ്യാപകാർത്ഥം ഉള്ളതാണ്. അന്നഹു ഇസ്മുൻ ലി ജുംലത്തിൻ മുഖ്തസ്സത്തിൻ മിനൽ ഇൽമി, അത് ഇൽമിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ ജുംലക്ക് ഉള്ള പേരാണ് ഈ കിതാബ് എന്ന് പറഞ്ഞാൽ.
തസ്തമിലു ആ ജുംല ഉൾക്കൊള്ളും അല അബ്വാബിൻ ഒരു കൂട്ടം അബുവാബുകളെ ഉൾക്കൊള്ളും, ഫുസൂലിൻ ഒരു കൂട്ടം ഫസ്ലുകളെയും ഉൾക്കൊള്ളും, മസായില ഒരു കൂട്ടം മസലകളെയും ഉൾക്കൊള്ളും. ഗാലിബൻ അധികരിച്ചും, അതായത് സാധാരണഗതിയിൽ. ഇപ്പൊ കിതാബ്, ബാബ്, ഫസ്ല് ഈ 3 സംഗതികളാണ് ഇപ്പം ഷെയ്ഖ് വിശദീകരിച്ചിട്ടുള്ളത്. ഇതിപ്പം ഉസൂലുൽ ഫിഖ്ഹുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക ചർച്ചയും ഒന്നുമല്ല, ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. ഇവിടെ കൊണ്ടുവന്ന ചില വാക്കുകൾ അദ്ദേഹം വിശദീകരിച്ചു എന്ന് മാത്രം. ഇപ്പൊ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അധ്യായങ്ങളുള്ള ഒരു കൂട്ടം പേജുകൾ, അതിനാണ് കിതാബ് എന്ന് പറയാം. ഈ ബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കൂട്ടം ഖണ്ണികകൾ ഉള്ള ഒരു അധ്യായത്തിനാണ് ബാബ് എന്ന് പറയുന്നത്. ഖണ്ണിക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത മസ്അല അല്ലെങ്കിൽ പരസ്പര ബന്ധിതമായ ഒരു കൂട്ടം മസ്അലകൾ ചർച്ച ചെയ്യുന്ന ഒരു ബാബിന്റെ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഖണ്ണിക ഫസ്ല് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ബാബിൽ തന്നെയുള്ള എന്നാൽ നേരത്തെ പറഞ്ഞ മസ്അലകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതുമായ ഒരു കൂട്ടം മസ്അലകളോ അല്ലെങ്കിൽ ഒരു വലിയൊരു മസ്അലയോ ഒക്കെ ചർച്ച ചെയ്യുന്ന ഖണ്ണിക. ഇങ്ങനെയാണ് ഫസ്ലിന്റെ ഘടന ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുണ്ടോ? ഇവിടെ നല്ല അടിപൊളി മഴ ചെയ്യുന്നുണ്ട്, അതാ ചോദിച്ചത് സൗണ്ട് ക്ലിയർ ആവുണ്ടോ? സൗണ്ട് ഒക്കെ പെർഫെക്റ്റാ. മാഷാ അല്ലാഹ്. وإنما يفعل المصنفون وإنما يفعل المصنفون ذلك لتنشيط النفس وبعثها على التحصيل والاستمرار في الطلب بما يحصل لها من السرور بالختم والابتداء كالمسافر إذا قطع مرحلة من سفره شرع في أخرى. وإنما يفعل المصنفون ذلك രചയിതാക്കളായ ആളുകൾ ഈ ഒരു ശൈലി പിന്തുടരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തൻഷീത്തുൻ നഫ്സി, നഫ്സിനെ ഒന്ന് ഉന്മേഷം ആക്കാൻ വേണ്ടിയിട്ട്, ഉന്മേഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതായത് നമ്മളെ മനസ്സിലൊരു ഉന്മേഷം ഉളവാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഇൽമ് കരസ്ഥമാക്കാൻ ഓരോരുത്തരെയും ഒന്ന് പ്രേരിപ്പിക്കുക, അതിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയും മാത്രമാണ് ഇവർ ഈ ഒരു ശൈലി സ്വീകരിക്കുന്നത്. അതുപോലെ ഇൽമ് തേടുന്നതിൽ മുസ്തമിറായി നിൽക്കാൻ വേണ്ടിയിട്ട്, അതിനും വേണ്ടിയിട്ടാണ് മുസന്നിഫീങ്ങളായ ആളുകൾ ഈ ഒരു കിതാബ്, ബാബ്, ഫസ്ല് ഇങ്ങനെ ഒരു ശൈലി പിന്തുടരുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ ഒരു കിതാബിൽ നമ്മൾ തുടക്കത്തിലൊരു ബാബ്, ആ ബാബിലൊരു ഫസ്ല്, അപ്പൊ ആ ഫസ്ല് നമ്മൾ വായിച്ചു തീരുന്ന സമയത്ത് ഞാൻ ഇത്രയും ഭാഗം വായിച്ചു തീർത്തു, ഞാൻ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിപ്പിച്ചു. അപ്പൊ അതുപോലെ ഒരു ബാബ് തീരുന്ന സമയത്ത് ആ കിതാബിൽ നിന്നൊരു ബാബ് ഞാൻ തീർത്തു, ഇനി അടുത്ത ബാബാണ്. ഇങ്ങനെ ഒരു ശൈലിയിലാവുന്ന സമയത്ത് നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും, ഒരു ഉന്മേഷം ഉണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് മുസന്നിഫീങ്ങളായ ആളുകൾ ഈ ഒരു ശൈലി പിന്തുടരുന്നത്. ഇതുപോലെ കൽ മുസാഫിർ ഇദാ ഖതഅ മർഹലതൻ മിൻ സഫരിഹി ശറഅ ഫി ഉഖ്റ, ഒരു യാത്രക്കാരനായ ഒരാളെ പോലെ ഇയാള് യാത്രയിൽ നമ്മളിപ്പോ ഒരു കിലോമീറ്റർ ഇങ്ങനെ രൂപത്തിൽ മയിൽക്കുറ്റി കാണുന്ന സമയത്ത് 1 കിലോമീറ്റർ ആണ്ട് പിന്നിട്ടു, അപ്പൊ ഇനി അടുത്ത ഒരു യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ കാണുന്ന സമയത്ത് ഇയാൾക്കൊരു മനസ്സിലൊരു സമാധാനം ഉണ്ടാവുമല്ലോ, ഞാൻ യാത്രയിലേക്ക് പ്രവേശിച്ച സമയത്ത് ഞാൻ ഇത്രയും ഭാഗം എന്റെ യാത്രയിൽ പിന്നിട്ടു, ഇനി ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമാധാനവും സന്തോഷവും ഒരു യാത്രക്കാരനുണ്ടാവുമല്ലോ. അതുപോലെ വായനക്കാരന് താൻ വായിക്കുന്ന പുസ്തകത്തിൽ ഞാൻ ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്തു എന്നൊക്കെ രൂപത്തിലുള്ള സന്തോഷവും ആ നിലക്കുള്ള ഒരു ഉന്മേഷവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശൈലി പിന്തുടരുന്നത്. അതിൽ വേറെ വലിയ കഥ ഒന്നും ഈ ശൈലി പിന്തുടരുന്നതിനകത്തില്ല എന്ന്. ഖൗലുഹു മിൻ ഉസൂലുൽ ഫിഖ്, ഇനി അടുത്തതായിട്ട് ഉസൂലുൽ ഫിഖ് എന്ന മുസന്നിഫിന്റെ വാക്ക്, അതിലേക്കാണ് പ്രവേശിക്കുന്നത്. هذه ورقات تشتمل على معرفة فصول من أصول الفقه. ഉസൂൽ ഫിഖ്ഹിൽ നിന്നുള്ള ഒരു കൂട്ടം ഫസ്ലുകളെ കുറിച്ചുള്ള അറിവിനെ ഉൾക്കൊള്ളുന്ന വറക്കാത്താണ് ഇത്.
എന്ന് പറഞ്ഞോട്ട് ഇനി ഉസൂലുൽ ഫിഖ് എന്ന പദം അതിനെക്കുറിച്ചാണ് ഷെയ്ഖ് പറഞ്ഞത്. മിൻ ഉസൂലുൽ ഫിഖ് ഐ മിൻ ഹാദൽ ഫന്നിൽ മുസമ്മാ ബി ഉസൂലുൽ ഫിഖ്. ഉസൂലുൽ ഫിഖ് എന്ന് പേര് വെക്കപ്പെട്ട ഈ ഫന്നിൽ നിന്നുള്ളതായ ഒരു കൂട്ടം ഫുസൂലുകളെ കുറിച്ചുള്ള അറിവ് അങ്ങനെയാണ്. ഖൗലുഹു വദാലിക മുഅല്ലഫുൻ മിൻ ജുസ്ഐൻ. ഈ വദാലിക മുഅല്ലഫുൻ മിൻ ജുസ്ഐനി എന്ന മുസന്നിഫിന്റെ ഖൗല് അതിലേക്കാണ് ഇനി അദ്ദേഹം കടക്കുന്നത്. വദാലിക ഐ ലഫ്ളു ഉസൂലുൽ ഫിഖ്. ഉസൂലുൽ ഫിഖ് എന്ന പദം അത് മുഅല്ലഫുൻ മിൻ ജുസ്ഐനി, രണ്ട് ജുസ്കളാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അൽ ഇഷാറത്തു, അദ്ദേഹത്തിന്റെ ഈ കലാമ് അൽ ഇഷാറത്തു ഇലാ ഉസൂലുൽ ഫിഖ് ഫഹുവ മുഅല്ലഫുൻ മിൻ ജുസ്ഐനി. ഈ ഉസൂലുൽ ഫിഖ് എന്ന പദം അത് രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. മിൻ മുദാഫ് എന്ന് വെച്ചാൽ ഒരു മുദാഫ്, ഫഹുവ കലിമത്ത് ഉസൂൽ, അത് ഉസൂൽ എന്ന കലിമത്താണ്. മുദാഫുൻ ഇലൈഹി, മിൻ മുദാഫിൻ വ മുദാഫിൻ ഇലൈഹി, ഒരു മുദാഫുൻ ഇലൈഹി. വഹുവ കലിമത്തു അൽ ഫിഖ്, അത് അൽ ഫിഖ് എന്ന പദം ആണ്. ഫഹുവ മിനൽ മുറക്കബിൽ ഇദാഫി. ഇങ്ങനെ വരുമ്പോ ഈ ഉസൂലുൽ ഫിഖ് എന്ന പദം ഇദാഫിയായ മുറക്കബാണ്. അതായത് മുദാഫും മുദാഫുൻ ഇലൈഹിയും കൂടിയ മുറക്കബിനാണ് ഇദാഫിയായ മുറക്കബ് എന്ന് പറയുന്നത്. വലിഹാദ, ഇക്കാരണത്താൽ തന്നെ ലാ ബുദ്ദ ലഹു മിൻ തഅരീഫൈൻ, അതിനോരോന്നിനും വ്യത്യസ്തമായ നിർവചനം ഉണ്ടാവൽ അനിവാര്യമാണ്. അൽ അവ്വൽ, ഒന്നാമത്തത് ബിഅ്തിബാരി മുഫ്രദൈഹി, അതിന്റെ രണ്ട് മുഫ്രദുകളെ പരിഗണിച്ചിട്ടാണ്. അതായത് ഉസൂല്, ഫിഖ്, അങ്ങനെ ഓരോ മുഫ്രദുകളെയും പരിഗണിച്ചിട്ട് ഉള്ളൊരു നിർവചനം. അപ്പൊ അത് ഉസൂലിന്റെ നിർവചനം, പിന്നെ ഫിഖഹിന്റെ നിർവചനം, ഇങ്ങനെ ആദ്യം പറയും. പിന്നെ രണ്ടാമതായിട്ട് ഉസൂലുൽ ഫിഖ് എന്ന ഈ ഒരു മുറക്കബ് അതിന്റെ മൊത്തത്തിലുള്ളൊരു നിർവചനവും പറയും. ഇവിടെ വദാലിക മുഅല്ലഫുൻ എന്ന് പറഞ്ഞു നമ്മളെ മുസന്നിഫ്. ഈ മുഅല്ലഫ് എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ഉണ്ട്. അതായത് ഇലീഫ്, തെർക്കീബ്, ഇത് രണ്ടും ഒന്നാണോ, അങ്ങനെ ഒരു ചർച്ച ഉണ്ട് ഈ ഭാഷാ പണ്ഡിതന്മാരുടെ ഇടയിൽ. അപ്പം ഇലീഫും തെർക്കീബും അത് രണ്ടും ഒന്ന് തന്നെയാണ്. റക്കബ എന്ന് പറഞ്ഞ കൂട്ടിച്ചേർത്തു, അല്ലഫ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വളക്കി ചേർത്തു, അങ്ങനെ അർത്ഥമാണല്ലോ ഉള്ളത്. അപ്പം പിന്നെ ആ രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന ഒരു രൂപത്തിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ പോയിട്ടുണ്ട്. എന്നാൽ ഒരു കൂട്ടം ഭാഷാ പണ്ഡിതന്മാർ അത് അങ്ങനെയല്ല, അതിന് രണ്ടർത്ഥാണുള്ളത്. എന്നിട്ട് പറയാണ് കാമ സെയ്ദുൻ, കാമ സെയ്ദുൻ ഗുലാമു സെയ്ദീൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടല്ലോ, അത് മുഅല്ലഫാണ്. അതായത് രണ്ട് പദങ്ങൾ ഒരു മുദാഫുൻ മുദാഫുൻ ലഹി ആയിട്ട് കൂട്ടിച്ചേർക്കുക, അതുപോലെ ഒരു ഫിഅലും ഒരു ഫായിലും തമ്മിൽ കണക്ട് ചെയ്യുക, ഒരു മുബ്തദഉം ഖബറും തമ്മിൽ കണക്ട് ചെയ്യുക, ഇതിന് മുഅല്ലഫ് എന്നാണ് പറയുക. എന്നാല് ബഅലബഖ് മഅദി കരീബ് ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. ഇത് ബഅല വേറെ, ബക്ക് വേറെ, അതുപോലെ ഇത് വേറെ, യക്രീബ് വേറെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഒറ്റ സാധനാക്കിക്കുകയാണ്. മഅദി കരീബ് എന്ന് പറഞ്ഞാൽ ഇന്നൊരൊറ്റ ഒരു സ്ഥലത്തിന്റെ ഒറ്റ പേരാണത്. അപ്പൊ രണ്ട് പദങ്ങൾ അതിനകത്തുണ്ട്, ആ പദങ്ങൾ കൂട്ടിച്ചേർത്താണ് ഒറ്റ സാധനാക്കിക്കുകയാണ്. അതുപോലെ ബഅലബക്കും അതേമാതിരി തന്നെ, അത് മുളാഫും മുളാഫുൻ ഇലൈഹിയോ മുബ്തദഉം ഖബറോ ഫിഅലും ഫായിലും ഒന്നും അല്ലാതെ, അത് രണ്ടും കൂടി ഒറ്റ സാധനമാണ്. അത് രണ്ടും ആ ഒറ്റ സാധനത്തിനാണ് ഇഅ്റാബ് പറയുക. ഇതിന് തെർക്കീബ് മസ്ജി എന്ന് പറയും. അപ്പൊ ഈ തെർക്കീബിനാണ്, അതായത് കൂട്ടിക്കലർത്തുന്ന രൂപത്തിലുള്ള തെർക്കീബ്, ഒരു സാധനത്തിന് മറ്റൊരു സാധനവുമായിട്ട് ചേർത്ത സമയത്ത് അത് മറ്റതുമായിട്ടാണ് കൂടി കലർന്നു പോയിട്ടുണ്ട്, ഈ രൂപത്തിലുള്ള തെർക്കീബ്. ഈ തെർക്കീബിനാണ് തെർക്കീബ് എന്ന് പറയാം. മറ്റതിന് ഇലീഫ് എന്നാണ് പറയാ. അതായത് കാമ വേറെ, സെയ്ദ് വേറെ, ഫിഅല് വേറെ, ഫായില് വേറെ തന്നെയാണല്ലോ. അത് രണ്ടിനെ പിന്നാണ്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിക്കാണല്ലോ. ഈ രൂപത്തിലുള്ള തെർക്കീബിന് നമ്മൾ ഇലീഫ് എന്നാണ് പറയാ. മറ്റേ തെർക്കീബിന്, അതായത് തെർക്കീബ് മസ്ജിക്കാണ് തെർക്കീബ് എന്ന് പറയാ എന്നൊരു അഭിപ്രായവും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തഫ്താസാനിന്റെ ഷർഹൊക്കെ നോക്കിയാൽ കാണാം. അൽ അവ്വലു ബിഅ്തിബാരി മുഫ്രദൈഹി, അതിന്റെ രണ്ട് മുഫ്രദുകളെ പരിഗണിച്ചിട്ടാണ് ഒന്നാമത്തെ താരീഫ് വന്നത്. ഐ കലിമത്ത് ഉസൂൽ, ഐ കലിമത്ത് ഉസൂൽ, അതായത് ഉസൂൽ എന്ന കലിമത്ത്, അതുപോലെ കലിമത്ത് ഫിഖ്, ഫിഖ് എന്ന കലിമത്ത്, അങ്ങനെ ഈ രണ്ട് കലിമത്തുകളെയും പരിഗണിച്ചിട്ട്. അന്നൽ മുറക്കബ, കാരണം തീർച്ചയായിട്ടും ഒരു മുറക്കബ് ലാ യുംകിനു മഅരിഫത്തുഹു, അതിനെ അറിയൽ സാധ്യമല്ല ഇല്ലാ ബഅദ മഅരിഫത്തി മാ തറക്കബ മിൻഹു,
ല ബഅദ മഅരിഫത്തി മാ ഒന്നിനെ കുറിച്ചുള്ള അറിവിന് ശേഷമല്ലാതെ. എങ്ങനത്തെ ഒന്നാണ്? തറക്കബ, ആ മുറക്കബ് സംയോജിച്ച് ഉണ്ടായിരിക്കുന്നു മിൻഹു ആ ഒന്നിൽ നിന്ന്. അപ്പൊ എന്തൊക്കെ ചേർന്നിട്ടാണോ ഈ മുറക്കബ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഓരോന്നിനെ കുറിച്ചും അറിഞ്ഞാലേ ആ മുറക്കബിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ നമുക്ക് കിട്ടൂ എന്ന് സാരം. അസാനി രണ്ടാമത്തേതായിട്ട് ബിഅ്തിബാരിഹി അലമൻ അലാ ഹദൽ ഫന്നിൽ മുഅയ്യനി, ഒരു നിശ്ചിത ഫന്നിന്റെ പേര് എന്ന നിലക്ക് ഈ ഉസൂലുൽ ഫിഖ് എന്നുള്ള മൊത്തം പ്രയോഗത്തെ പരിഗണിച്ചുകൊണ്ടുള്ള തഅരീഫ്. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് തഅരീഫ് പറയാം. ഖൗലുഹു മുഫ്രദൈനി, ഇനി മുസന്നിഫിന്റെ മുഫ്രദൈനി എന്ന കലാം അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അൽ മുറാദു ബിൽ ഇഫ്രാദി ഹുന, ഇവിടെ ഇഫ്രാദ് എന്നതുകൊണ്ട് ഉദ്ദേശം മാ യുഖാബിലു തെർക്കീബ്, തെർക്കീബിന്റെ ഓപ്പോസിറ്റിലുള്ള ഇഫ്രാദാണ്. ഒരു ഒറ്റ സാധനം, ഒറ്റ പദം എന്നർത്ഥമേ ഇഫ്രാദിനുള്ളൂ. ലാ മാ യുഖാബിലു തസ്നിയത വൽ ജംഅ, തസ്നിയ ജംഅ അതിന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന മുഫ്രദ് അതല്ല ഉദ്ദേശം. നമ്മൾ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ പറഞ്ഞോടത്ത് മുഫ്രദ് എന്ന് പറയല്ലോ ഏകവചനത്തിന്, അതല്ല അവിടെ ഉദ്ദേശം. ലിഅന്ന അഹദൽ ജുസ്ഐനി വഹുവ ലഫ്ളു ഉസൂൽ, ഇവിടെ ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞോടത്തുള്ള ആ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഒന്നാമത്തെ സാധനം ഉസൂൽ എന്ന പദം അത് ജം ആണ്. അപ്പൊ അവിടെ ഈ ഉസൂലിനെ കുറിച്ച് മുഫ്രദ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഒറ്റ പദം എന്ന അർത്ഥം ആണ്, അല്ലാതെ തസ്നിയ ജം മുഫ്രദ് എന്നുള്ള ആ മുഫ്രദല്ല. അപ്പൊ അതല്ല അല അന്നൽ മുഫ്രദ മാ ലൈസ ബിമുറക്കബിൻ. അപ്പൊ ഇവിടെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മുറക്കബല്ലാത്തത് എന്ന അർത്ഥമാണ് മുസന്നിഫ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇന്നമാ ഖാല മുഫ്രദൈനി, ഇനി ഇത് അവിടെ മുഫ്രദൈനി എന്ന് പറഞ്ഞല്ലോ, ലിയുബയ്യിന അന്ന തഅലീഫ ഖദ് യകൂനു മിൻ ജുസ്ഐനി മുഫ്രദൈനി കമാ ഹുനാ, അത് ഒരു തഅലീഫ് രണ്ട് മുഫ്രദായ ജുസ്കൾ ചേർന്ന് ഉണ്ടാകും ചിലപ്പം. വഖദ് യകൂനു മിൻ ജുംലതൈനി, ചിലപ്പം രണ്ട് ജുംലകൾ ചേർന്നും തഅലീഫ് ഉണ്ടാകും. ഇത് നമുക്കൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജുസ്ഐനി മുഫ്രദൈനി എന്നൊരു ഖൗല് ഒരു ഖൈദിട്ടത്. ഇത് ഹറമൈനിയാണ്, വെറുതെ അദ്ദേഹത്തിന്റെ കലാമിൽ ഒരു വാക്ക് വരൂല. അദ്ദേഹത്തിന്റെ ഒരു ശൈലി, പൊതുവെ അക്കാഡമിസ്റ്റുകളുടെ ഒരു ശൈലി അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പ്രാസംഗികന്മാരെ വർത്താനം പോലെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഫേസ്ബുക്ക് എഴുത്തുകാരുടെ എഴുത്ത് പോലെ ആവൂല ഒരു അക്കാഡമിസ്റ്റിന്റെ എഴുത്ത്, അയാളുടെ സംസാരവും. അത് വാക്ക് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിന് ഒരു കൃത്യമായ ഉന്നം അവർക്കുണ്ടാകും. അപ്പം ജുസ്ഐനി മുഫ്രദൈനി എന്ന് മുഫ്രദായ രണ്ട് ജുസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ജുംലകൾ ചേർന്നുണ്ടായ ഒരു മുഅല്ലഫല്ല ഉദ്ദേശം, നേരെ മറിച്ച് രണ്ട് ഒറ്റപ്പദങ്ങൾ ചേർന്നുണ്ടായ മുഅല്ലഫാണ് ഉദ്ദേശം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ തെർക്കീബ്, ഈ തഅലീഫ് ഒക്കെ രണ്ട് ജുംലകൾ ചേർന്ന് ചിലപ്പോൾ ഉണ്ടാകും. നഹ്വു ഇൻ ഖദ്ദമ വൈഫു, ഇൻ ഖദിമ വൈഫു അക്രംതുഹു എന്ന് പറഞ്ഞമായി. വൈഫ് വന്നാലും അവനെ ബഹുമാനിക്കും. അവിടെ ഇൻ ഖദിമ വൈഫു അവിടെ ഷർത്ത് ആണല്ലോ, ഖദിമ ഫിഅൽ വൈഫ് ഫാഇൽ. അക്രംതുഹു എന്നുള്ളിടത്ത് അക്രം ഫിഅൽ, തു ഫാഇൽ, ഹു അതിനെ മഫ്ഊലുൻ ബിഹി. അങ്ങനെ അപ്പൊ ഇത് രണ്ട് ജുംലകളാണ്. ഈ ഷർത്തും ജവാബും കൂടിയ ജുംലനെ ഇൻ എന്ന ഹർഫു ഷർത്ത് അത് തഅലീഫ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നൽ ഫിഅല വൽ ഫാഇല ഖദിമ വൈഫു, ഇവിടെ ഫിഅലും ഫാഇലും കൂടിയ ഖദിമ വൈഫു എന്ന ആ മുഅല്ലഫ് ജുംലത്തുൻ അതൊരു ജുംലയാണ്. അക്രംതുഹു, ഈ അക്രംതുഹു എന്നുള്ള ഫിഅലും ഫാഇലും മഫ്ഊലും ബിഹിയും കൂടിയ ജുംലത്തുൻ അല്ല, ഈ മുറക്കബ് മുഅല്ലഫ് അത് ജുംലത്തുൻ ഉഖ്റ, അത് മറ്റൊരു ജുംലയാണ്. വല്ലാഹു അഅലം. ഇനി ഭാഷാബന്ധിതമായ ഒരു ചർച്ച മൂപ്പര് ഒരു കിതാബിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നു എന്നുള്ളൂ. ഇനി വിഷയത്തിലേക്ക് പോവുകയാണ്. തഅരീഫു ഉസൂലുൽ ഫിഖ്ഹി ബിഅ്തിബാരി മുഫ്രദൈഹി, അതിന്റെ രണ്ട് മുഫ്രദുകളെ പരിഗണിക്കുന്ന സമയത്ത് ഉസൂലുൽ ഫിഖ്ഹിന്റെ തഅരീഫ്, അതിന്റെ നിർവചനം, അതിനെ കുറിച്ചാണ് പറയുന്നത്. വൽ അസ്ലു മാ യുബ്നാ അലൈഹി ഗൈറുഹു വൽ ഫർഉ മാ യുബ്നാ അലാ ഗൈരിഹി വൽ ഫിഖ്ഹു മഅരിഫത്തുൽ അഹ്കാമി ശർഇയ്യത്തി അല്ലതി ത്വരീഖുഹാ അൽ-ഇജ്തിഹാദു. വൽ അസ്ലു, ഈ അസ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞോടത്തുള്ള ആ ഉസൂലിന്റെ മുഫ്രദ്
ഏകവചനം അസ്ല് ആണ്. അസ്ലിന്റെ ജം ആണ് ഉസൂല്. ഇവിടെ അസ്ല് എന്ന് പറഞ്ഞാൽ മാ യുബ്ന അലൈഹി ഗൈറുഹു, മാ ഒരു സാധനം ആണ്. എങ്ങനത്തെ സാധനം? യുബ്ന അലൈഹി, ആ സാധനത്തിന്റെ മേൽ നിർമ്മിക്കപ്പെടും. ഗൈറുഹു, അതല്ലാത്തത് നിർമ്മിക്കപ്പെടും. അപ്പൊ ഒരു അടിത്തറ, ഫൗണ്ടേഷൻ എന്നൊക്കെ അർത്ഥം. അതാണ് അസ്ലിനുള്ളത്. വൽ ഫർഉ, ഫർഉ എന്ന് പറഞ്ഞാൽ മാ ഒരു സാധനം ആണ്. എങ്ങനത്തെ സാധനമാണ്? യുബ്ന, ആ ഒന്നിനെ നിർമ്മിക്കപ്പെടും. അല ഗൈരിഹി, അതല്ലാത്തതിന്റെ മേൽ നിർമ്മിക്കപ്പെടും. അപ്പൊ മറ്റൊരു ഫൗണ്ടേഷന്റെ മേൽ നിർമ്മിക്കപ്പെടുന്നത് എന്നർത്ഥം. ഇപ്പൊ മറ്റൊന്നിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നത്, അതാണ് ഫർഉ എന്ന് പറഞ്ഞാൽ. വൽ ഫിഖ്ഹു, നീ ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞിടത്ത് അൽ ഫിഖ്ഹ്, അത് മഅരിഫത്തുൽ അഹ്കാമി ശർഇയ്യത്തി, ശർഇയ്യായ ഹുക്മുകളെ കുറിച്ച് അറിയുക എന്നാണ്, ഉള്ള അറിവിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അല്ലത്തി, എങ്ങനെയുള്ള മഅരിഫത്താണ്? ത്വരീഖുഹാ, ആ മഅരിഫത്തിന്റെ റൂട്ട്, ആ അറിയാനുള്ള വഴി, ആ അറിവിലേക്ക് നമ്മളെ നയിക്കുന്ന വസീല, അത് അൽ ഇജ്തിഹാദു, ഇജ്തിഹാദാണ്. ഇജ്തിഹാദ് വഴിയായി മനസ്സിലാക്കപ്പെടുന്ന അഹ്കാമു ശർഇയ്യ, അതാണ് ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശം എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതിനെ കുറിച്ചൊക്കെ നമുക്ക് താഴെ വരുന്നുണ്ട്, വിശദീകരണം വരുന്നുണ്ട്. മൂപ്പര് വിശദീകരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹാദ തഅരീഫുൽ അവ്വൽ, അപ്പം ഇതാണ് ഒന്നാമത്തെ തഅരീഫ്. ഉസൂലുൽ ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹിനുള്ള ഒന്നാമത്തെ തഅരീഫ്. വഹുവ തഅരീഫുഹു ബിഇഅ്തിബാരി മുഫ്രദൈഹി, അതിന്റെ ഓരോ മുഫ്രദുകളെയും പരിഗണിച്ചുള്ള തഅരീഫാണ് ഇവിടെ മുസന്നിഫ് നടത്തിയിട്ടുള്ളത്. വൽ ഉസൂലു, അപ്പൊ ഉസൂൽ എന്ന് പറഞ്ഞാൽ ജംഉ അസ്ലിൻ, അസ്ലിന്റെ ജം ആണ്. വൽ അസ്ലു, അസ്ലു എന്ന് പറഞ്ഞാൽ മാ യുബ്ന അലൈഹി ഗൈറുഹു, മാ ഒന്നാണ്. എങ്ങനത്തെ ഒന്നാണ്? യുബ്ന അലൈഹി, ആ ഒന്നിന്റെ മേൽ നിർമ്മിക്കപ്പെടും. ഗൈറുഹു, അതല്ലാത്തതിന് നിർമ്മിക്കപ്പെടും. അങ്ങനത്തെ ഉള്ള ഒന്ന്, അതിനാണ് ഭാഷയിൽ അസ്ല് എന്ന് പറയുന്നത്. അസ്ലിൽ ജിദാരി, ചുമരിന്റെ അസ്ല് പോലെ. വഹുവ അസാസുഹു അൽ മുസ്തതിറു ഫിൽ അർദി, ഭൂമിയിൽ മറഞ്ഞു നിൽക്കുന്ന അതിന്റെ അസാസ്, അടിത്തറ, ഫൗണ്ടേഷൻ, അതാണല്ലോ ചുമരിന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ. വഹുവ അസാസുഹു അൽ മബ്നിയു അലൈഹിൽ ജിദാറു, അതിന്റെ മേൽ ജിദാർ നിർമ്മിക്കപ്പെട്ടതായ, ചുമര് നിർമ്മിക്കപ്പെട്ടതായ, ഭൂമിക്കടിയിൽ മറഞ്ഞു നിൽക്കുന്ന അതിന്റെ അസാസ്, അടിത്തറ, അതാണ് ജിദാറിന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ. നമ്മളെ ഫൗണ്ടേഷൻ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്ന സാധനം, മലയാളമാണ്. നമ്മൾ പച്ച മലയാളത്തിൽ അതിന് പറയല് അടിത്തറ എന്ന് പറയും, പാതകം എന്നും പറയും നമ്മളെപ്പുറത്തൊക്കെ. അസ്ലു ഷജറ അസ്ലുൽ ജിദാരി വഅസ്ലു ഷജറത്തി, ഷജറത്തിന്റെ അസ്ല് പോലെയും. വഹുവ, ഈ ഷജറത്തിന്റെ അസ്ല് എന്ന് പറഞ്ഞാൽ ത്വറഫുഹ സാബിതു ഫിൽ അർദി, ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന അതിന്റെ അറ്റം, മൊരട്, അപ്പൊ മരത്തിന്റെ മൊരട്, അതിനാണ് അസ്ലു ഷജറത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നെ മരം കണ്ടുണ്ടായി വരുന്നത്. അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അലം തറ കൈഫ ളറബല്ലാഹു ലഹു, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ് സമാഅ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു തആല കലിമത്തു ത്വയ്യിബക്ക് ഉദാഹരണം പറയാണ്. കശജറത്തിൻ ത്വയ്യിബത്തിൻ, അതൊരു നല്ല മരം പോലെയാണ്. അസ്ലുഹാ സാബിതു, അതിന്റെ മൊരട് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. വഫർഉഹാ ഫിസ് സമാഅ്, അതിന്റെ ശാഖകൾ മുകളിൽ ആകാശത്ത് ഇങ്ങനെ പരിരസിച്ച് നിൽക്കുന്നതും ആണ്. ഇങ്ങനെയാണ് കലിമത്തു ത്വയ്യിബക്ക് അല്ലാഹു തആല ഉദാഹരണം പറഞ്ഞു. വഹാദ, നമ്മൾ ഈ പറഞ്ഞതാണ് അഹ്സനു മാ ഖീല ഫീ തഅരീഫിൽ അസ്ൽ, അസ്ലിന്റെ തഅരീഫിൽ പറയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല തഅരീഫ്. വേറെ നിലക്കും തഅരീഫുകൾ വന്നിട്ടുണ്ട് എന്ന് സാരം. അമ്മാ ഫിൽ ഇസ്തിലാഹി, ഇനി സാങ്കേതികാർത്ഥത്തിൽ നമ്മൾ ഇതിനെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയുത്ലഖു അലാ മആനി, ഈ അസ്ല് എന്ന പദം വിവിധ അർത്ഥതലങ്ങളിൽ ഉപയോഗിക്കപ്പെടും. മിൻഹ, അതിൽ പെട്ടതാണ് അദ്ദലീൽ, ദലീൽ എന്ന അർത്ഥം. കഖൗലിന, അതിന്റെ ഉദാഹരണം കഖൗലിന, നമ്മളെ വാക്കുപോലെയാണ്. അസ്ലു വുജൂബി സൗമി ഖൗലുഹു തആല,
നോമ്പ് നിർബന്ധമാണ് എന്നതിന്റെ അസ്ല്, അതായത് നോമ്പ് നിർബന്ധമാണ് എന്നതിന്റെ തെളിവ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം എന്ന അല്ലാഹു തആലാന്റെ വാക്കാണ്. ഐ ദലീലുഹു, ഇവിടെ അസ്ലു വുജൂബി സൗമി എന്ന് പറഞ്ഞാൽ ദലീലു വുജൂബി സൗമി എന്നാണ് അർത്ഥം എന്ന്. വമിൻഹു, ഈ ഉപയോഗ രീതിയിൽപ്പെട്ടതാണ് ഉസൂലുൽ ഫിഖ് എന്ന പ്രയോഗം. ഐ അദില്ലതുഹു, അദില്ലത്തുൽ ഫിഖ്, ഫിഖ്ഹിന്റെ അദില്ലത്ത് എന്നാണ് ഉസൂലുൽ ഫിഖ്ഹിന്റെ അർത്ഥം. രണ്ടാമതായിട്ട് അൽ ഖാഇദത്തുൽ മുസ്തമിറ, ഒരു സ്ഥായിയായ പൊതു നിയമം എന്ന അർത്ഥത്തിലും നമ്മളെ അസ്ല് എന്ന പദം പ്രയോഗിക്കപ്പെടാറുണ്ട്. അതിന്റെ ഉദാഹരണം ഖൗലിന ഇബാഹത്തുൽ മൈതത്തി ലിൽ മുൾതരി അലാ ഖിലാഫിൽ അസ്ലി, ശവം അത് അനുവദനീയമാക്കപ്പെടുക എന്നുള്ളത് ലിൽ മുൾതരി, കുടുങ്ങിയ ആൾക്ക്, വേറൊരു ഗതിയില്ല, അവനക്ക് അതേ ഉള്ളൂ, വേറെ ഒന്നല്ല, അങ്ങനത്തെ ആൾക്ക് മൈത്തത്തെ ഹലാലാക്കപ്പെടുക എന്നുള്ളത് അലാ ഖിലാഫിൽ അസ്ലി, അത് അസ്ലിന്റെ ഖിലാഫിന്റെ മേൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ സ്ഥായിയായ പൊതുനിയമത്തിന് വിരുദ്ധം ആണ് എന്ന്. സ്ഥായിയായ പൊതുനിയമം ശവം തിന്നാൻ പാടില്ല എന്നാണ്. എന്നാൽ ഓൻ്റെ അടുത്ത് ശവേ ഉള്ളൂ, ഒന്നും അവനക്ക് തിന്നാനില്ല, മറ്റേ ഇനി ഇതും കൂടി തിന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിച്ചു. അപ്പൊ ഈ ഘട്ടത്തിൽ അവന് ശവം തിന്നാം. അപ്പൊ ഇത് സ്ഥായിയായ പൊതുനിയമത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ അവിടെ അസ്ലിന്റെ അർത്ഥം അൽ ഖാഇദത്തുൽ മുസ്തമിറ എന്നാണ് എന്ന്. അടുത്തതായിട്ട് അൽ മഖീസു അലൈഹി, ഇങ്ങനെ ഒരു അർത്ഥത്തിലും അസ്ല് പ്രയോഗിക്കപ്പെടാറുണ്ട്. വഹാദാ ഫി ബാബിൽ ഖിയാസ്, ഇത് ഖിയാസിന്റെ ബാബിലാണ് ഈ പ്രയോഗം വരിക. ഇന്നൽ അസ്ല അഹദു അർക്കാനിൽ ഖിയാസ്, ഹൈസു ഇന്നൽ അസ്ല അഹദു അർക്കാനിൽ ഖിയാസ്. അസ്ല് അത് ഖിയാസിന്റെ റുക്നുകളിൽപ്പെട്ട ഒരു റുക്നാണ്. അസ്ല് ഫർഅ്, ഇങ്ങനെ ഖിയാസിന്റെ അർക്കാനുകൾ നമുക്ക് വിശദീകരിക്കാം. അവിടെ മഖീസ്, മഖീസുൻ അലൈഹി, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നമുക്ക് പറയാനുണ്ട്. അമ്മൽ ഫർഉ, അപ്പൊ ഫർഉ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഫഹുവ മാ യുബ്ന അലാ ഗൈരിഹി, അതിന്റെ ഗൈറിന്റെ മേൽ നിർമ്മിക്കപ്പെട്ടത്, അതല്ലാത്ത മറ്റൊന്നിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നത്, ഇതാണ് ഫർഉ എന്ന് പറഞ്ഞാൽ. മിസ്ലു ഫുറൂഇ ശജറത്തി, ശജറത്തിന്റെ മരത്തിന്റെ ശാഖകൾ പോലെ, ഫഹിയ മബ്നിയത്തുൻ അലാ അസ്ലിഹ, അതിന്റെ മൊരടിന്റെ മേൽ നിർമ്മിക്കപ്പെട്ടതാണല്ലോ ശജറത്തിന്റെ ശാഖകൾ. ഫുറൂഉൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ ഫുറൂ എന്ന് പറഞ്ഞാൽ മബ്നിയത്തുൻ അലാ ഉസൂലിഹി, അതിന്റെ ഉസൂലിന്റെ മേൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പൊ അവിടെ നമ്മൾ ഉസൂലുൽ ഫിഖ്ഹ് പഠിച്ച ഒരാൾ ഫിഖ്ഹിന്റെ കിതാബ് വായിക്കുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ഫുഖഹാഇനോടൊരു പുച്ഛം തോന്നൂല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുജാഹിദ് ബുദ്ധിയും വെച്ച് കണ്ടിട്ട് ഈ മദ്ഹബിന്റെ ഉലമാഇന്റെ കിതാബ് വായിക്കാൻ നീങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ചില പുച്ഛങ്ങളൊക്കെ നമുക്ക് തോന്നും. സംബന്ധം വെച്ചാൽ ഓല് എന്തടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഈ വായിക്കണവനക്ക് വല്ല കഥയും വേണ്ടേ. അതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പണ്ഡിതന്മാരോടൊരു പുറ്റൊക്കെ തോന്നും. അതുകൊണ്ടാണ് മുമ്പേ അതൊരു മുജാഹിദ് മൗലവി പറഞ്ഞത് 4 മദ്ഹബുകൾ എന്ന് പറഞ്ഞ 4 ഫിത്നകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കിയത് ഈ ഇസ്ലാഹി പ്രസ്ഥാനാണ് ഇവിടെ കേരളത്തിൽ. ശരിയായ സലഫിയത്തിൽ നിന്നും ജനങ്ങൾ അകന്നുപോയി. അല്ലാഹുൽ മുസ്തആൻ. അവരെ കൊണ്ട് തീരെ ഉപകാരം ഉണ്ടായില്ല എന്നല്ല, പച്ച കുബൂരിസത്തിൽ അകപ്പെട്ടു പോയ ഒരു സമൂഹത്തെ ഒരു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു ആശയത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത് അവർ ചെയ്ത വലിയൊരു കാര്യമാണ്. പക്ഷെ ഓരെ കൊണ്ടുള്ള ഗുൽമുൻ ചില്ലറല്ല. ഇന്ന് സാധാരണക്കാരായ ജനങ്ങൾ അവർ മനസ്സിലാക്കുന്നത് ഇവർ ഈ പറയുന്ന ഈ അഖലാനിയത്താണ് സലഫിയത്ത്. ഇവരുടെ നേതാക്കന്മാരായി ഇവർ എഴുന്നള്ളിക്കുന്ന ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും അതുപോലെ റഷീദ് റളിയും മുഹമ്മദ് അബ്ദുഹും ഒക്കെ സലഫി പണ്ഡിതന്മാരാണ്. ഇതാണ് സാധാരണ ജനങ്ങൾക്ക് ഇവർ തന്നെ കൊടുത്ത പിക്ചർ. ഇവർ തന്നെയും ഇത് പറയുന്നുണ്ട്. പോരാത്തതിന് കുബൂരികളായ ആളുകളും ഇത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷത്തിന്റെ സംസാരമാണല്ലോ സാധാരണ ജനങ്ങളെ ചവിട്ടിൽ കയറുക. അപ്പൊ അതാണ് ശരി എന്നവർ മനസ്സിലാക്കും. എന്നിട്ട് കുബൂരി പുരോഹിതൻ എടുത്തിട്ട് കാണിക്കുകയാണ് നമ്മളെ റഷീദ് റളിന്റെ അൽമനാറിന്റെ അകത്ത് നിന്ന് അംബിയാഇന്റെ മുഅ്ജിസത്തിനെ പുച്ഛിക്കുന്നത്. അംബിയാഇന്റെ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി ഫ്രഞ്ച് സ്വതന്ത്ര ചിന്തകന്മാർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു. ഇത് റഷീദ് റളി പറഞ്ഞത് സാധാരണക്കാരന്റെ മുമ്പിൽ വായിക്കുകയാണ് പുരോഹിതൻ. ഇതാണ് സലഫികൾ, ഇതാണ് സലഫികൾ ആശയം എന്ന് പറഞ്ഞ സമയത്ത് ആളുകൾ ഇതാണ് സലഫിയത്ത് എന്ന് വിചാരിക്കുകയാണ്.
പക്ഷേ സലഫിയത്തും ഈ റഷീദ് റളിയുടെ ഈ ആശയവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. സലഫി ഉലമാഇന്റെ ഭാഷയിൽ ഈ റഷീദ് റള പറഞ്ഞു വെച്ച ഈ പ്രസ്താവന പച്ച കുഫ്രാണ്, ഒരു സംശയം വേണം. ഇയാൾ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പൂർത്തീകരിച്ച് മുസ്ലിം സമൂഹത്തിന് നൽകുന്നതിന് മുന്നയച്ച് റഷീദ് റളൻ എന്ന് കാണിച്ചു കാണുന്നുണ്ടെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ മൂപ്പർക്ക് നടത്താണ്ട് ഇനിയും ഇതാണ് മൂപ്പർ പറഞ്ഞത്. അല്ലാഹുൽ മുസ്തആൻ. ഇതൊന്ന് ഇനിയും കുറെ ഉണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഇഖ്വാനിസം, ബ്രദർഹുഡ്, ജമാഅത്തെ ഇസ്ലാമി, ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾക്ക് പലതിനും അടിസ്ഥാനപരമായി വിത്ത് പാകിയത് ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. ഇയാളാണ് ആധുനിക സമൂഹത്തിന് മുമ്പിൽ ആദ്യമായിട്ട് സുന്നികളും ഷിയാക്കളും തമ്മിൽ ഐക്യം വേണം എന്ന് പറഞ്ഞ രംഗത്ത് വന്നത്. നമ്മൾ തമ്മിൽ തർക്കം ഉള്ള വിഷയങ്ങൾ നമ്മൾ തമ്മിൽ വിട്ടുവീഴ്ച ചെയ്യണം, തമ്മിൽ യോജിപ്പുള്ള വിഷയങ്ങളിൽ നമ്മൾ യോജിച്ച് പ്രവർത്തിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ അൽ ഖാഇദത്തു ദഹബിയ്യ എന്ന പേരിൽ ഒരു പുതിയ ഒരു ആശയവുമായിട്ട് രംഗത്ത് വന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്. ഈ ആശയം തന്നെയാണ് മുഹമ്മദ് അബ്ദുഹിന്റെയും ആശയം. ഈ ആശയത്തിന് വേണ്ടി തന്നെയാണ് റഷീദ് റളിയും നിലകൊണ്ടിട്ടുള്ളത്. ഈ ആശയമാണ് പിന്നീട് ഹസൻ അൽ ബന്ന ഏറ്റെടുത്തതും പിന്നീട് ആഗോള ഇഖ്വാനികൾ ഏറ്റെടുത്തതും. എന്നിട്ട് ഇന്ന് അതിനെതിരായിട്ട് നമ്മളെല്ലാവരും ശക്തമായിട്ട് ശബ്ദിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിതാവ് ആരാണെന്നുള്ളത് അധികം ആളുകൾക്കും അറിയില്ല. വിഷയം അങ്ങോട്ട് പോയി അഫ്വാൻ. ഇവിടെ മുസന്നിഫ് ഫർഇനെ വിശദീകരിച്ചത്, അതിന് താരീഫ് പറഞ്ഞത് മാ അന്നഹു ലൈസ അഹദുൽ ജുസ്ഐനി. ഇവിടെ ഫർഇ എന്ന പദം ഉസൂൽ ഫിഖ്ഹിന്റെ ആ രണ്ട് മുഫ്രദുകളിൽപ്പെട്ട സാധനം അല്ല, ആ രണ്ട് ഭാഗങ്ങളിൽപ്പെട്ട സാധനം അല്ല. എന്നിട്ടുകൂടി ഇദ്ദേഹം ഫർഇനെ വിശദീകരിച്ചത് ലിഅന്നഹു മുഖാബിലുൻ ലിഅഹദിഹിമാ വഹുവൽ അസ്ൽ. അത് അസ്ല് എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടിട്ടാണ്. വശൈഉ യത്തദിഹു ഗായത്തുൽ ഇത്തിളാഹി ഇദാ ദുകിറ മുഖാബിലുഹു. ഒരു സംഗതിയുടെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംഗതി വളരെ കൃത്യമായിട്ട് ഒരാൾക്ക് മനസ്സിലാകും. ഇപ്പൊ ഈമാൻ എന്താണെന്ന് വിശദീകരിക്കുന്ന സമയത്ത് കുഫ്ർ എന്താണെന്ന് വിശദീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഈമാൻ എന്താണെന്ന് ഒരാൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഷിർക്ക് എന്താണെന്നാണ് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ തൗഹീദ് എന്താണെന്ന് ഒരു സാധാരണ വ്യക്തിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന്. ഔ യുഖാൽ, അല്ലെങ്കിൽ പറയപ്പെടും ഖസ്തുൽ മുഅല്ലിഫി. ഇത് ഒരു ന്യായം ആണ്. ഔ യുഖാൽ, അല്ലെങ്കിൽ പറയപ്പെടും അടുത്ത ന്യായമാണ് ഖസ്തുൽ മുഅല്ലിഫി അത്തംബീഹു അലാ അന്നൽ ഫിഖ്ഹ മബ്നിയുൻ അലാ ഉസൂലിഹി. ഫിഖ്ഹ് അതിന്റെ ഉസൂലിന്റെ മേൽ നിർമ്മിക്കപ്പെട്ടതാണ്, ഉസൂലിന്റെ ഫർആണ് ഫിഖ്ഹ് എന്ന ഒരു ആശയം ഉണർത്താൻ വേണ്ടിയിട്ടാണ് മുസന്നിഫ് ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നൊരു ന്യായീകരണവും വേണമെങ്കിൽ പറയാം എന്ന്. ആദ്യത്തെ ന്യായീകരണം തന്നെ അടിപൊളി ന്യായീകരണമാണല്ലോ, പിന്നെ എന്തിനാ ഈ ന്യായീകരണത്തിന്റെ ആവശ്യം? അന്നൽ ജുസ് അൽ അവ്വല വഹുവ ഉസൂൽ മബ്നിയുൻ അലൈഹി. ഇവിടെ ആദ്യത്തെ ജുസ് ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞിട്ട് ഉസൂൽ എന്ന ആ ഭാഗം അതിന്റെ മേലാണ് ഈ ഫർആയ ഫിഖ്ഹ് നിർമ്മിക്കപ്പെട്ടത്. വൽ ജുസ്ഉ സാനി വഹുവൽ ഫിഖ്ഹ്. അപ്പം ഈ ഉസൂൽ അത് മബ്നിയുൻ അലൈഹിയാണ്, അതാണ് അടിസ്ഥാനം എന്നർത്ഥം. വൽ ജുസ്ഉ സാനി, രണ്ടാമത്തെ ജുസ് ആയ ഫിഖ്ഹ് വഹുവ അൽ ഫിഖ്ഹ്, ഈ ഫിഖ്ഹ് എന്ന ആ ജുസ് മബ്നിയുൻ, ഈ അടിസ്ഥാനത്തിന്റെ മേൽ നിർമ്മിക്കപ്പെട്ട അതിന്റെ ഫർആണ്. മബ്നിയുൻ അലൈഹി മബ്നിയു, അതായത് എന്ത് സാധനത്തിന്റെ മേലാണ് നിർമ്മിക്കപ്പെട്ടത് അത് മബ്നിയുൻ അലൈഹി. ആ അടിസ്ഥാനത്തിന്റെ മേൽ നിർമ്മിക്കപ്പെട്ട സാധനം എന്താണോ അത് മബ്നിയു. അങ്ങനെ ഫലൈസ ദിക്റുൽ ഫർഇ. അപ്പൊ ഈ പറഞ്ഞതിൽ ഒരു സംഗതി വ്യക്തമായി, എന്ത്? ഈ ഫർഇ എന്ന പദത്തിനെ കുറിച്ചുള്ള വിശദീകരണം അതല്ല ഇസ്തിത്റാദൻ, അതൊരു കാടുകേറി പറച്ചിലല്ല. നേരത്തെ ഞാൻ ജമാലുദ്ദീൻ അഫ്ഗാനിയും മറ്റും പറഞ്ഞ മാതിരത്തെ ഒരു കാടുകേറി പറച്ചിലല്ല, അത് വിഷയബന്ധിതമായ സംസാരം തന്നെയാണ് എന്ന് കമാ ഖാല ബഅ്ദുഹും, അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കാടുകേറി പറച്ചിലായി പോയി, ഉസൂലുൽ ഫിഖ് വിശദീകരിക്കുന്നോട് പിന്നെ എന്തിനാ ഫർഇനെ കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ ചില ആൾക്കാർ ഇഅ്തിറാദ് ഉന്നയിച്ചിട്ടുണ്ട്. അത് വലിയ കഥ ഒന്നുമില്ല. ഇദ്ദേഹത്തിന് ഇവിടെ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ട്, ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അമൽ ജുസ്ഉ സാനി, ഇനി രണ്ടാമത്തെ ജുസ് മിനൽ മുറക്കബി,
ഉസൂലുൽ ഫിഖ് എന്ന മുറക്കബിൽ നിന്നുള്ള രണ്ടാമത്തെ ജുസ് ഫഹുവൽ ഫിഖ്, അത് ഫിഖ് എന്ന ജുസ് ആണ്. ഇവിടെ വൽ ഫിഖ് ലുഗത്തൻ, ഈ ഫിഖ് ഭാഷയിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അൽ ഫഹ്മു എന്നാണ് അർത്ഥം. ഫഹ്മു ഗറളിൽ മുതകല്ലിമി മിൻ കലാമിഹി, സംസാരിക്കുന്ന ആളുടെ സംസാരത്തിൽ നിന്ന് അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കിയെടുക്കുക എന്നർത്ഥം. ഒരു സംഗതി കേട്ടാൽ അയാൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാകുക, അതിനാണ് ഫഹ്മു എന്ന് പറയുന്നത്. ഖാലൽ ജൗഹരി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു അൽ ഫിഖ്ഹു അൽ ഫഹ്മു, ഫിഖ് എന്ന് പറഞ്ഞാൽ ഫഹ്മു എന്നാണ് അർത്ഥം. തഖൂലു ഫഖിഹർ റജുലു ബിൽ കസ്രി, ഖാഫിന് കസ്ർ കൊടുത്താണ്ടിട്ട് ഫഖിഹർ റജുലു എന്ന് നീ പറയും. ഫുലാനു ലാ യഫ്ഖഹു വലാ യൻഖഹു എന്നും നീ പറയും. രണ്ടിന്റെ അർത്ഥം ലാ യഫ്ഖഹു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ലാ യൻഖഹു എന്ന് പറഞ്ഞാൽ അവന് തിരിയൂല. രണ്ടിന്റെ അർത്ഥം തന്നെ. നഖിഹ എന്ന് പറഞ്ഞാൽ ഫഹിമ എന്നാണ് അർത്ഥം. തുമ്മ ഖുസ്സ ബിഹി ഇൽമു ശരീഅത്തി, പിന്നെ ഈ ഫിഖ് എന്ന പദം ഇൽമു ശരീഅയെ കുറിച്ച് പ്രത്യേകം പറയപ്പെടുന്ന ഒരു സാങ്കേതിക പ്രയോഗമായിട്ട് പ്രത്യേകവൽക്കരിക്കപ്പെട്ടു. വൽ ആലിമു ബിഹി ഫഖീഹ്, ഈ ഇൽമു ശരീഅയെ കുറിച്ച് അറിയുന്ന ആൾ, അയാൾക്ക് ഫഖീഹ് എന്നും പറയപ്പെട്ടു. വഖദ് ഫഖഹ ബിദ്ദമ്മി ഫഖാഹതൻ വ ഫഖിഹഹു അല്ലാഹു വ തഫഖഹ ഇദാ തആത ദാലിക. ഈ ഫഖഹ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അറിവുള്ളവനായി എന്നൊരർത്ഥാണ്. ഫാറ ആലിമൻ, ഫാറ ഫഹിമൻ, ഇങ്ങനെ ഒരു അർത്ഥാണുള്ളത്. പിന്നെ ഫഖിഹഹു അല്ലാഹു, അല്ലാഹു തആല അവന് ഫിഖ് നൽകി. അല്ലാഹു തആല വതഫഖഹ എന്നൊക്കെ പറഞ്ഞാൽ അഅതാഹു അല്ലാഹുൽ ഫിഖ്, അല്ലാഹു തആല ആ ഒരു ഗുണം അവന് നൽകി എന്നൊരർത്ഥാണ് ഉള്ളത്. ഇവിടെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസ് വിശദീകരിച്ച് കണ്ടിട്ട് സ്വഹീഹുൽ ബുഖാരിന്റെ ശറഹിലൊക്കെ പറഞ്ഞത് കാണാം. ഫഖുഹ എന്ന പദത്തിന്റെ അർത്ഥം ഫാറൽ ഫിഖ്ഹു ലഹു സജിയതൻ, അത് അവന്റെ ഒരു ഗുണമായിട്ട് മാറിയിട്ടുണ്ട്. പഠിച്ച് ഓന്റെ ഒരു പ്രകൃതിപരമായ ഒരു ഗുണമായിട്ട് ഫിഖ് മാറിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ആശാരി എന്ന് പറയില്ല ഒരാളെ കുറിച്ച്, എന്താണ് ആശാരിപ്പണി അവനെ സംബന്ധിച്ചിടത്തോളം വഴങ്ങി, അവന് അതിനോടും ഇണങ്ങി, ആ പണി ഇവനോടും ഇണങ്ങി എന്നുള്ള രൂപത്തിലായിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ആശാരി എന്ന് പറയാം. എന്നത് പറഞ്ഞതുപോലെ ഒരാളെ കുറിച്ച് ഫഖുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അയാള് ഫിഖ് അയാളുടെ ഒരു പ്രകൃതിപരമായ ഗുണമായി മാറി എന്നൊരർത്ഥാണ് ഉള്ളത്. പിന്നെ ഫഖിഹ എന്ന് പറഞ്ഞാലോ ഇതാ ഫഹിമ, ഒരു സംഗതി മനസ്സിലാക്കി എന്ന അർത്ഥത്തിലാണ് ഫഖിഹ എന്നത്. ഫിഖ് മനസ്സിലാക്കി എന്നൊരർത്ഥം, ഫിഖ് പഠിച്ചു എന്നൊക്കെ ഒരർത്ഥാണ് ഫഖിഹ എന്ന് പറയുന്നത്. ഈ ഫഖഹ എന്നൊരു പ്രയോഗവും ഉണ്ട്. അവിടെ സബഖ ഗൈറഹു ഇലൽ ഫഹ്മി, അവന് ഒരു സംഗതി മനസ്സിലാക്കുന്ന വിഷയത്തിൽ മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലവാരം പുലർത്തി, മറ്റുള്ളവരെയൊക്കെ മുൻകടന്ന് കവച്ചു വെച്ചുകൊണ്ട് ആ സംഗതി അവൻ മനസ്സിലാക്കി എന്ന ഒരു അർത്ഥത്തിലാണ് ഫഖഹ എന്ന് പറയുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിന്റെ ശറഹ് നോക്കിയാൽ കാണാം. വൽ ഫിഖ്ഹു ഇസ്തിലാഹൻ, സാങ്കേതികാർത്ഥത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ മഅരിഫത്തുൽ അഹ്കാമി ശർഇയ്യത്തി അല്ലതി തരീഖുഹ അൽ ഇജ്തിഹാദ്, ഇതിനാണ് സാങ്കേതികാർത്ഥത്തിൽ ഫിഖ് എന്ന് പറയുന്നത്. മഅരിഫത്തുൽ അഹ്കാമി ശർഇയ്യത്തി, ശർഇയ്യായ ഹുക്മുകളെ കുറിച്ച് അറിയലാണ്. അല്ലതി, എങ്ങനെയുള്ള മഅരിഫത്ത്, തരീഖുഹ ആ അറിവിന്റെ റൂട്ട്, അതിന്റെ വസീല, അതിന്റെ മാധ്യമം അൽ ഇജ്തിഹാദു, ഇജ്തിഹാദാണ്. അപ്പൊ ഇജ്തിഹാദ് മുഖേന ശർഇയ്യായ ഹുക്മുകളെ കുറിച്ചുള്ള അറിവ്, ഇജ്തിഹാദ് മുഖേന ലഭിച്ച ശർഇയ്യായ ഹുക്മുകളെ കുറിച്ചുള്ള അറിവ്, ഇതാണ് ഫിഖ് എന്ന് പറഞ്ഞത്. ശറഹു തഅരീഫ്, ഈ തഅരീഫിന്റെ ശറഹ് പറയാണ്. ഖൗലുഹു മഅരിഫ, ഇവിടെ മഅരിഫത്ത് എന്ന മുസന്നിഫിന്റെ, അതായത് ഷെയ്ഖ് ഫൗസാന്റെ തന്നെ ഖൗൽ, അൽ മഅരിഫത്തു തശ്മലുൽ യഖീൻ, ഇവിടെ മഅരിഫത്ത് എന്ന പദം അത് യഖീനിനെ ഉൾക്കൊള്ളും, ഉറച്ച അറിവ്, ദൃഢമായ അറിവ് എന്ന അർത്ഥത്തിൽ മഅരിഫത്ത് പ്രയോഗിക്കും. എന്താണ് യഖീൻ എന്ന് പറഞ്ഞാൽ വഹുവ മാ ഉദ്രിക അലാ ഹഖീഖതിഹി, അതിന്റെ ഹഖീഖത്തിന്റെ മേൽ, അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ മേൽ ഇദ്റാക്ക് ചെയ്യപ്പെട്ട ഒന്ന്, എത്തിക്കപ്പെട്ട ഒന്ന്, മനസ്സിലാക്കപ്പെട്ട ഒന്ന്, യഥാർത്ഥ രൂപത്തിൽ കൃത്യമായി ഉള്ള മനസ്സിലാക്കൽ, അതിനാണ് യഖീൻ എന്ന് പറയും. കമഅരിഫതിഹി, കമഅരിഫതി അന്ന സ്വലാത്ത ഖംസുൻ, അന്ന സ്വലവാത്ത ഖംസുൻ, ഏതുപോലെ
നിസ്കാരം അത് 5 നേരം ആണ് എന്ന മഅരിഫത്ത് പോലെ അത് കൃത്യമായ ഒരു അറിവാണ്, ദൃഢമായ അറിവ്. പോലെ അന്നസിന മുഹറമുൻ, വ്യഭിചാരം ഹറാമാണ് എന്ന് പറഞ്ഞതുമാതിരി അതൊക്കെ കൃത്യമായ അറിവാണല്ലോ. അത് ഏകദേശ ധാരണ അല്ലല്ലോ, ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഉറപ്പുള്ള അറിവിനെ കുറിച്ചും ഈ നമ്മൾ മഅരിഫത്ത് എന്ന് പറയും. അതുപോലെ തശ്മലുൽ യഖീന വദ്ദന്ന, അത് ലന്നിനെയും ഉൾക്കൊള്ളും. വഹുവ മാ ഉദ്രിക അലാ വജ്ഹിൻ റാജിഹിൻ കമാ ഫീ കസീരിൻ മിൻ മസായിലിൽ ഫിഖ്. ഫിഖഹിന്റെ മസ്അലകളിൽ അധികരിച്ച മസ്അലകളിലും ഉള്ളതുപോലെ ഒരു ഏകദേശ ധാരണ, ഒരു റാജിഹായ വജ്ഹിന്റെ മേൽ നിർമ്മിക്കപ്പെട്ട ഇദ്റാഖ്, ഈ ഒരു അർത്ഥത്തിലും നമ്മൾ മഅരിഫത്ത് പറയും. അപ്പൊ ഏകദേശ ധാരണ ഒരു വിഷയത്തെക്കുറിച്ച് അതങ്ങനെ ആയേക്കാം എന്ന് നമുക്ക് ഏതാണ്ട് ഒരു ധാരണ ഉണ്ട്. അതിനാണ് ലന്ന് എന്ന് പറയുക. ലന്ന് എന്ന് പറഞ്ഞാൽ 51 മുതൽ 99 വരെ നമുക്ക് ലന്നിൽ പെടുത്താം. 100 കഴിഞ്ഞാൽ യഖീനായി, 50 കഴിഞ്ഞാൽ ഷക്കായി, 50-50 ചാൻസ്, അതിന് ഷക്ക് എന്ന് പറയും, സംശയം എന്ന് പറയും. പിന്നെ 49 മുതൽ 1 വരെ പോകുന്ന ധാരണക്ക് വഹ്മ് എന്ന് പറയും, അത് തെറ്റിദ്ധാരണ എന്നർത്ഥം. നഅം. മഅരിഫത്തു മിസ്ലു മഅരിഫത്തി അന്നൽ വിത്ര സുന്നത്തുൻ അലാ മദ്ഹബിൽ ജംഹൂർ. ഏതുപോലെ വിത്ര നിസ്കാരം സുന്നത്താണ് എന്ന അറിവ് പോലെ അത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, വിത്ര സുന്നത്താണ് എന്ന്. ഇത് റാജിഹായ ലന്നാണ്. ഏതുപോലെ സിന മുഹറമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു യഖീനൊന്നും അല്ല. അന്ന സകാത്ത ഗൈറു വാജിബത്തി, അതുപോലെ സകാത്ത് ഗൈറു വാജിബത്താണ്. ആർക്ക്? ഫിൽ ഹുലിയിൽ മുബാഹ്, അനുവദനീയമാക്കപ്പെട്ട ആഭരണത്തിൽ, ധരിക്കൽ അനുവദനീയമായ ആഭരണം, ആ ആഭരണത്തിൽ സകാത്ത് കൊടുക്കേണ്ടതില്ല എന്ന അറിവ്. അല അഹദിൽ അഖ്വാൽ, വിവിധ നിലപാടുകളിൽ ഒരു നിലപാടനുസരിച്ച് ഇങ്ങനെ പറയുമല്ലോ നമ്മൾ. ഇതും ലന്നാണ്, ഉറപ്പ് അല്ല. വൽ മുറാദു ബിൽ മഅരിഫത്തി ഹുന വന്നു. ഇവിടെ മഅരിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സംഗതി അത് ലന്നാണ്. അതെന്താ തെളിവ്? ഖൗലിഹി, മുസന്നിഫ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലത്തി ത്വരീഖുൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇജ്തിഹാദ് മുഖേന ശർഈയായ അഹ്കാമുകളെ കുറിച്ച് മനസ്സിലാക്കൽ. അപ്പൊ ഇജ്തിഹാദിലൂടെ ഒരു സംഗതി മനസ്സിലാക്കുന്ന സമയത്ത് ഒരാൾ ഇജ്തിഹാദ് ആവില്ല, മറ്റാൾ ഇജ്തിഹാദ് വ്യത്യാസപ്പെടും. അപ്പൊ യഖീന് വ്യത്യാസപ്പെടുമല്ലോ, യഖീൻ എല്ലാവർക്കും ഒരേ മാതിരി ഉണ്ടാവും, ലന്ന് വ്യത്യാസപ്പെടും. അപ്പൊ ഇവിടെ മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ലന്നാണ് എന്ന് മനസ്സിലാക്കാം. വഹുവ സിഫത്തുൽ മഅരിഫത്തി അല്ലത്തി തുരീഖുൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അത് മഅരിഫത്തിന്റെ സിഫത്താണ്. എങ്ങനെയുള്ള മഅരിഫത്ത്? അല്ലത്തി തുരീഖുഹാദിന്റെ തുരീഖ് അൽ ഇജ്തിഹാദ്, ഇജ്തിഹാദാണ്. അങ്ങനെയുള്ള മഅരിഫത്ത്, ഇങ്ങനെ മഅരിഫത്തിന്റെ സിഫത്താണ് അല്ലത്തിയും അതിന്റെ സലീം എല്ലാം കൂടിയ ആ കൂട്ടായ്മ വന്നിട്ടുള്ളത്. അഹ്കാമി ശർഈയ്യത്തി, ശർഈയായ അഹ്കാമുകൾക്ക് അൽ അഹ്കാമു ശർഈയ്യന്റെ സിഫത്തല്ല ആര്? അല്ലത്തി തുരീഖുൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ. ഇത് കാരണം ലൗകാന സിഫത്തുൽ അഹ്കാമി, അത് അഹ്കാമിന്റെ സിഫത്താണ് എങ്കിൽ ലദഖല ഫി തഅരീഫ് മഅരിഫത്തുൽ മുഖല്ലിദി, മുഖല്ലിദിന്റെ മഅരിഫത്തും അറിവും ഇവിടെ തഅരീഫിൽ പ്രവേശിക്കും, ഫിഖ്ഹിന്റെ തഅരീഫിൽ പ്രവേശിക്കും. ലഅന്നഹു യഅരിഫുൽ അഹ്കാം അല്ലത്തി തുരീഖുൽ ഇജ്തിഹാദ് ബിത്തഖ്ലീദ്, ഇജ്തിഹാദിന്റെ റൂട്ടിലൂടെ മനസ്സിലാക്കപ്പെടുന്ന അഹ്കാമുകൾ അത് തഖ്ലീദിന്റെ റൂട്ടിലൂടെ മുഖല്ലിദ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞു എന്ന നിലക്ക് ഞാൻ ഒരു മസ്അല മനസ്സിലാക്കി കഴിഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ അതും മഅരിഫത്തുൽ അഹ്കാമാണല്ലോ. അപ്പൊ അതും കൂടി കൂട്ടത്തിൽ പെട്ടുപോകും എന്ന്. ഇദാ ജഅൽനാഹു സിഫത്തൽ ലിൽ മഅരിഫത്തി, അപ്പൊ നമ്മൾ ഇവിടെ മഅരിഫത്തിന്റെ സിഫത്താക്കിയാൽ ഖറജൽ മുഖല്ലിദ് പുറത്തു പോകും. അതെങ്ങനെ? അതൊന്ന് വിശദീകരിക്കാം. അപ്പം മഅരിഫത്തുൽ അഹ്കാമി അശ്ശർഈയ്യത്തി, ശർഈയായ അഹ്കാമുകളെ കുറിച്ചുള്ള അറിവാണ്. ഇവിടെ നമ്മൾ അല്ലത്തി തുരീഖുൽ ഇജ്തിഹാദ് എന്നുള്ളത് അഹ്കാമിന്റെ സിഫത്താക്കിയാണ്ട് വായിച്ചു നോക്കാം. നമ്മൾ മഅരിഫത്തുൽ അഹ്കാമി ശർഈയ്യത്തി, ശർഈയായ ഹുക്മുകളെ കുറിച്ചുള്ള അറിവ്. എങ്ങനെയുള്ള അഹ്കാമ്? അല്ലത്തി, എങ്ങനെയുള്ള അഹ്കാമുകളാണ്? തുരീഖുഹ, ആ അഹ്കാമിന്റെ തുരീഖ് അൽ ഇജ്തിഹാദ്, ഇജ്തിഹാദാണ്. അപ്പൊ ഇജ്തിഹാദ് വഴിയായി സ്ഥിരപ്പെട്ട അഹ്കാമുകൾ, ആ അഹ്കാമുകളെ കുറിച്ചുള്ള അറിവ്, ഇതാണ് ഫിഖ്ഹിന്റെ അർത്ഥം എങ്കിൽ
മുഖല്ലിദിന്റെ മാരിഫത്തും മുജ്തഹിദിന്റെ മാരിഫത്തും ഒക്കെ ഇത് ഫിഖ് എന്ന് പറയുന്നത്. എന്നാലും മുജ്തഹിദിന്റെ മാരിഫത്തിനാണ് ഫിഖ് എന്ന് പറയാം. മുഖല്ലിദിന്റെ മാരിഫത്തിന് ഫിഖ് എന്ന് പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശൈലി ശരിയല്ല. ഈ രൂപത്തിൽ അർത്ഥം വെച്ചാൽ സംഗതി പാടും. അപ്പൊ ഇനി അർത്ഥം വെക്കേണ്ടത് എങ്ങനെയാണ്? മഅരിഫത്തുൽ അഹ്കാമി ശർഇയ്യ അല്ലതി തുരീഖുൽ ഇജ്തിഹാദ്. ഇങ്ങനെ മഅരിഫത്തു അൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ ഹുക്മുകൾ അറിയലാണ്. അല്ലതി എങ്ങനെയുള്ള അറിവ്, തുരീഖുഹ ആ അറിവിന്റെ റൂട്ട് അൽ ഇജ്തിഹാദ് ഇജ്തിഹാദാണ്. അപ്പൊ ഇജ്തിഹാദ് വഴിയായി ശർഇയ്യായ അഹ്കാമുകളെ മനസ്സിലാക്കുക. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇജ്തിഹാദ് വഴിയായിട്ട് ശർഇയ്യായ ഹുക്മുകളെ മനസ്സിലാക്കാൻ മുജ്തഹിദിനെ പറ്റുള്ളൂ, മുഖല്ലിദിന് പറ്റൂല. മുഖല്ലിദിന് ഇജ്തിഹാദ് വഴിയായി ഈ സംഗതികൾ മനസ്സിലാക്കിയ ആളുടെ വാക്ക്, മുജ്തഹിദിന്റെ വാക്ക്, അപ്പടി ആമന്ന വ സല്ലംന എന്ന് പറഞ്ഞാൽ മുണിഞ്ഞാണ്ട് ഏമക്കം വിടുക എന്നല്ലാതെ മുഖല്ലിദിന് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ മുഖല്ലിദിനെ കുറിച്ച് ഫഖീഹ് എന്ന് പറയാൻ പറ്റൂല. ആ കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്നൊക്കെ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹി പോലുള്ള ഉലമാ ഒക്കെ തംഹീദിലൊക്കെ വിശദീകരിച്ചതായിട്ട് കാണാം. അപ്പം ഇദാ ജഅൽനാഹു സിഫത്തൻ ലിൽ മഅരിഫ, ഇനി അതിനെ കുറിച്ച് പറയാൻ പോണം. ഇദാ ജഅൽനാഹു സിഫത്തൻ ലിൽ മഅരിഫത്തി ഖറജൽ മുഖല്ലിദ് ഇത് യസീറു തഅരീഫ്. കാരണം തഅരീഫ് ആകും അൽ ഫിഖ് ഹുവ മഅരിഫത്തു അല്ലതി തുരീഖുൽ ഇജ്തിഹാദു എന്നാകും. ഫിഖ് എന്ന് പറഞ്ഞാൽ ഹുവൽ മഅരിഫത്തു, അത് അറിവാണ്. എങ്ങനത്തെ അറിവ്? അല്ലത്തി എങ്ങനെയുള്ള അറിവാണ്? തുരീഖുഹ ആ അറിവിന്റെ റൂട്ട് ഇജ്തിഹാദ് ഇജ്തിഹാദാണ്. അപ്പൊ ഇജ്തിഹാദ് വഴിയായി കിട്ടിയ അറിവ്, അഹ്കാമു ശർഇയ്യനെ കുറിച്ച് ഇജ്തിഹാദ് വഴിയായി കിട്ടിയ അറിവ്, ഇതാണ് ഫിഖ്ഹിന്റെ താരീഫ്. വൽ മുഖല്ലിദു, മുഖല്ലിദ് ലൈസത് മഅരിഫത്തുഹു, അവന്റെ മഅരിഫത്തല്ല അൻ തുരീഖിൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിന്റെ റൂട്ടിലൂടെ ഉള്ളതല്ല. ബൽ അൻ ത്വരീഖ് തഖ്ലീദ്, അത് ത്വരീഖിന്റെ തഖ്ലീദിന്റെ റൂട്ടിലൂടെ ഉള്ളതാണ്. അവന് ഇമാം ഷാഫിഈന്റെ കിതാബുൽ ഉമ്മ വായിച്ചാണ്ടിട്ട് കിട്ടിയ അറിവാണ് അവന്റെ. ഇമാം ഷാഫിഈ വേറെ ഏതെങ്കിലും ഇമാം മാലിക്കിന്റെ മുദവ്വന വായിച്ചുകൊണ്ട് കിട്ടിയ അറിവല്ല അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹം വിശുദ്ധ ഖുർആനും സുന്നത്തും ഇജ്മാഉം അത് പരിശോധിച്ചു. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അൽ കിതാബുൽ ഉമ്മിലും അതുപോലെ ഇമാം മുസ്നി റഹ്മഹുല്ലാ മുഖ്തസറിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ ഇമാം ബുവൈത്തി അദ്ദേഹത്തിന്റെ മുഖ്തസറിലും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് അവർക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജ്മാഇൽ നിന്നും അതുപോലെ ഖിയാസ്, ഇസ്തിസ്ഹാബ് പോലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചും ഒക്കെ അവര് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതാണ് മുഖല്ലിദിന്റെ അടുത്ത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുഖല്ലിദിന്റെ അറിവ് അത് ഫിഖ്ഹല്ല എന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹു തആല ഫി ആഖിറിൽ വറഖാത്ത്, വറഖാത്തിന്റെ അവസാനത്തിൽ ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചുള്ള വിശദീകരണം വരും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. വഖൗലുഹു വൽ അഹ്കാമു ശർഇയ്യ, അൽ അഹ്കാമു ശർഇയ്യ എന്ന മുസന്നിഫിന്റെ വാക്കാണ് എടുക്കാൻ പോണത്. അൽ മഅരിഫത്തുൽ അഹ്കാമി ശർഇയ്യത്തി അല്ലതി തുരീഖുൽ ഇജ്തിഹാദ്, അവിടെ പറഞ്ഞ അഹ്കാമു ശർഇയ്യ അൽ മഅഖൂദതു മിന ശർഇ അൽ മബ്ഊസി ബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു ശർഅ കൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് ആ ശർഇൽ നിന്ന് പിടിക്കപ്പെട്ടതായ അഹ്കാമ് എന്നർത്ഥം. അതാണ് അഹ്കാമു ശർഇയ്യന്റെ അർത്ഥം. ഇതുപോലെ കൽ വുജൂബി വൽ ഇസ്തിഹ്ബാബി വൽ ഹുർമതി വഗൈരിഹ, ഹറാം, സുന്നത്ത്, വുജൂബ്, കറാഹത്ത്, ഖിലാഫുൽ ഔല, അങ്ങനെയൊക്കെയുള്ള ഹുക്മുകൾ പോലെ. വഖൈദു ശർഇയ്യ, ഈ ശർഇയ്യ എന്ന ഖൈദ് ഖറജ ബിഹിൽ അഹ്കാമുൽ അഖ്ലിയ്യ, അതുകൊണ്ടിട്ട് അഖ്ലിയായ അഹ്കാമുകളൊക്കെ ഔട്ടായി. അതായത് ശർഇയ്യായ വിധികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് സ്ഥിരപ്പെടുന്ന വിധികൾ അല്ല, ശർഇന്റെ ഭാഗത്തിലൂടെ ശർഇയ്യായ അദില്ലത്തുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുന്ന വിധികൾ എന്നാണ് അർത്ഥം. അപ്പം അഖ്ലിന്റെ വഴിയായിട്ട് മനസ്സിലാക്കപ്പെടുന്ന മനസ്സിലാക്കലുകൾ ഈ ഇനത്തിൽ പെടൂല എന്ന്. കമഅരിഫത്തി അന്നൽ വാഹിദ നിസ്ഫുൽ ഇത്നൈൻ, ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ പകുതിയാണ്. ഇത് ശർഇന്റെ അടിസ്ഥാനത്തിലല്ല മനസ്സിലാക്കിയത് നമ്മൾ, ഇത് കണക്കറിയണോന്ന് ബുദ്ധിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കും. അതുപോലെ കമഅരിഫത്തി അന്നൽ വാഹിദ നിസ്ഫുൽ ഇത്നൈൻ വൽ അഹ്കാമുൽ ഖറജ ബിഹിൽ അഹ്കാമുൽ അഖ്ലിയ്യ വൽ അഹ്കാമുൽ ഹിസ്സിയ്യ, ഹിസ്സിയായ അഹ്കാമുകളും പുറത്തുപോയി. അതായത് നമുക്ക്
തൊട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ രുചിച്ചുകൊണ്ടോ ഒക്കെ അറിയാവുന്ന അറിവുകൾ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ള അറിവ്, അതിനാണ് ഹസ്സിയായ അഹ്കാമ് എന്ന് പറയുന്നത്. ആ ഹസ്സിയായ അഹ്കാമുകളും പുറത്തുപോയി. കമഅരിഫത്തി അന്നന്നാറ അറത്തുൻ, ഈ അത് ചൂടുള്ളതാണ് എന്നുള്ള അറിവ് പോലെ. അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹായ സനദിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതല്ലല്ലോ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ നസ്സല്ലല്ലോ. അതല്ല എങ്കിൽ വിശുദ്ധ ഖുർആന്റെയോ സുന്നത്തിന്റെയോ ഒക്കെ ഒരു കൃത്യമായ നസ്സിൽ നിന്ന് ഖിയാസ് ചെയ്താണ്ടിട്ട് ഒരു പണ്ഡിതൻ പറഞ്ഞതുമല്ലല്ലോ, ജലിയായ ഖിയാസ് ഒന്നല്ലത്. അത് നമുക്ക് തൊട്ടാ മനസ്സിലാവും ഇത് ചൂടുണ്ട് എന്നുള്ളത്. എനിക്ക് ആദ്യം മനസ്സിലായില്ലേ, ഞാൻ എന്നും ഇങ്ങനെ തീ ഇങ്ങനെ കണ്ണൊക്കെ ചിമ്മിനികൾക്കാണല്ലോ, ഈ ചിമ്മിനികൾക്ക് ഇങ്ങനെ കത്തുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഞാനതെന്നും പിടിക്കാൻ പോവും, ഉമ്മച്ചിയോ എളാമേ ആരെങ്കിലും ഒക്കെ എന്നെ പിടിച്ച് ബാക്കോട്ട് വലിക്കും. എന്നിട്ട് ഞാൻ പൊരിഞ്ഞാർപ്പാർക്കും. ഇത് എന്താണെന്ന് അറിയായിട്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടണില്ലേ, ഇതെന്ത് സംഭവം, കാണാൻ നല്ല രസമുണ്ട്. ഈ ചിമ്മിനികൾക്കിന്റെ തുമ്പത്ത് ഇത് ഇങ്ങനെ കത്തുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഞാനതെന്താ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ കുറേ ദിവസം അവർ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ടാണ്. പിന്നെ ഒരു ദിവസം വെച്ചാണ്ട് വിട്ടുന്നെ ആ വിളക്കിന്റെ അടിഭാഗം അവർ പിടിച്ചേച്ചി. ഇത് മണ്ണെണ്ണെല്ലാം കൂടി തട്ടി പറഞ്ഞാണ്ടിട്ട് ചിന്തിയാണ്ടിട്ട് മേലെ ഒന്നായിട്ട് കത്തിപ്പോണ്ടുള്ളവർക്ക് അടിഭാഗം പിടിച്ചേച്ചി. ഞാൻ ചെന്ന് നല്ല കൂളായിട്ട് പോയാണ്ടിട്ട് ആ തീയാണ്ട് പിടിച്ച്. അപ്പൊ ഞാനൊന്നും കൂടി ആർത്ത്. പിന്നെ ഞാനെ പിടിക്കാൻ പോയിട്ടില്ല, എനിക്ക് മനസ്സിലായി ഇത് ചൂടുള്ള സാധനമാണ്. അപ്പൊ ഇത് ഹെസ്സിയായ സംഗതിയാണ്. അതുപോലെ വൽ ആദിയത്തു, ആദിയായ അഹ്കാമുകളും പുറത്തുപോയി. നുസൂലിൽ മതരി, മഴ പെയ്യുന്നത് പോലെ, ബഅദർ റഅജി വൽ ബറഖി, ഇടിന്റെ മിന്നലിന് ശേഷം മഴ പെയ്യുക എന്നുള്ളത് അതൊരു ആദിയായ ഹുക്മാണ്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാൻ കൂടുതൽ സാധ്യത എന്നർത്ഥം. അപ്പൊ ഇതും അൽ അഹ്കാം ശർഇയ്യ എന്ന് പറഞ്ഞ ആ ഒരു ഖൈദ്, ശർഇയ്യ എന്ന ആ ഒരു ഉപാധി കൊണ്ട് ഇതൊക്കെ ഔട്ടായി പോയി. ശർഇയ്യായ അഹ്കാം എന്ന് പറഞ്ഞാൽ അഖ്ലിയായ അഹ്കാമല്ല, ആദിയായ അഹ്കാമല്ല, ഹിസ്സിയായ അഹ്കാമല്ല, ശർഅ കൊണ്ട് സ്ഥിരപ്പെട്ട ഹുക്മുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖൗലുഹു അല്ലതി ത്വരീഖുൽ ഇജ്തിഹാദ്, അല്ലതി ത്വരീഖുൽ ഇജ്തിഹാദ് എന്ന ആ പ്രയോഗം, അത് അതിനെക്കുറിച്ച് തഖദ്ദമ അന്നഹു സിഫത്തുൽ മഅരിഫ, അത് മഅരിഫത്ത് എന്ന പദത്തിന് മഅരിഫത്തുൽ അഹ്കാമി ശർഇയ്യ എന്ന് പറഞ്ഞിടത്തുള്ള മഅരിഫത്തിന്റെ സിഫത്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മഅന, അപ്പോൾ അതുകൊണ്ടുള്ള ഇതിന്റെ ആശയം എന്താണ്, ഉദ്ദേശിക്കപ്പെടുന്ന ആശയം അല്ലതി ത്വരീഖു സുബൂതിഹാ വ ളുഹൂരിഹാ അൽ ഇജ്തിഹാദു അല്ലദീ ഹുവ ബദ്ലുൽ ജുഹ്ദി ലിഇദ്റാകി ഹുക്മിൻ ശർഇയ്യ, ഒരു ശർഇയ്യായ ഹുക്മ് ഇദ്റാക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം കഴിവ് ചെലവഴിക്കുക എന്ന അർത്ഥത്തിലുള്ള ഇജ്തിഹാദ്. ആ ഇജ്തിഹാദ് വഴി വ്യക്തമായ, ആ ഇജ്തിഹാദ് വഴി സ്ഥിരപ്പെട്ട സംഗതി, അതാണ് അല്ലതി ത്വരീഖുൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. ഏതുപോലെ മിസ്ലു നിയ്യ, മിസ്ലു അന്നിയ്യത്തു വാജിബത്തുൻ ഫിൽ വുദൂ, അന്നിയ്യത്തു വാജിബത്തുൻ ഫിൽ വുദൂ എന്ന സ്റ്റേറ്റ്മെന്റ് ഉദാഹരണം. വുദൂഇൽ നിയ്യത്ത് നിർബന്ധമാണ്. അത് ഇജ്തിഹാദ് വഴി സ്ഥിരപ്പെട്ട സംഗതിയാണ്. അത് നിർബന്ധാണോ, അതല്ല അതിന്റെ ഷർത്താണോ, അതല്ല അവിടെ നിയ്യത്ത് വെച്ചാൽ നല്ലതാണ് സുന്നത്താണ് ഇങ്ങനെയാണോ എന്ന കാര്യത്തിൽ അതിൻ്റെ ഒരു ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു നിയ്യത്ത് ഷർത്താണ്, നിസ്കാരത്തിലും അതുപോലെ ഇതിലും വുദൂഇലും ഒക്കെ നിയ്യത്ത് ഷർത്താണ്. അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് കണ്ടിട്ട് വുദൂ ചെയ്യുന്നതിന് മുമ്പ് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ അത് മതി. നമ്മൾ പള്ളിക്കൽ ഇങ്ങനെ കയറി ചെല്ലുകയാണ്, അപ്പാടെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, അവൻ ഉസല്ലി ഫർദ ദുഹ്റാന്ന് അവിടുന്ന് നിയ്യത്ത് ചാതി അവതും കരയുന്നു, എന്നിട്ട് നിയ്യത്തൊക്കെ വെച്ച് ഉദുവൊക്കെ എടുത്തതിന്റെ ശേഷം നേരാണ്ട് പോയി കണ്ടിട്ട് തെക്ബീറട്ടാന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ഉദൂർത്താണ്ട് പോവുകയാണ്, പോണ പോക്കിൽ നടന്നുകൊണ്ട് നിയ്യത്തൊക്കാന്ന്, അങ്ങനൊക്കെ ചെയ്യാം. കാരണം നിസ്കാരത്തിന്റെ ഷർത്താണ്, നിസ്കാരത്തിന്റെ ഉള്ളിൽപ്പെട്ടതല്ല. ഉള്ളിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് നടന്നുകൊണ്ടൊക്കെ ചെയ്യും. ഉള്ളിൽപ്പെട്ടത് നിസ്കാരത്തിന്റെ അകത്ത് ആണ് നിയ്യത്ത് വരുന്നതെന്നെങ്കിൽ നിയ്യത്തിന് നിസ്കാരത്തിന്റെ ഫർളാവുമ്പം നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു റുക്നാണല്ലോ. അവൻ നിൽക്കണം, നിന്നതിന്റെ ശേഷം നിയ്യത്തെക്കാൻ പറ്റുള്ളൂ. നിസ്കാരത്തിന്റെ അകത്ത് നിയ്യത്ത് വരുമ്പോൾ, ഇത് നിസ്കാരത്തിന്റെ പുറത്ത് നിസ്കാരത്തിന്റെ ഒരു നിബന്ധനയായി നിയ്യത്ത് വരുന്ന സമയത്ത് ഞങ്ങളങ്ങനെ നടന്നുകൊണ്ട് നിയ്യത്ത് ചെയ്യാനാണ് പോയാണ്ട് അല്ലാഹു അക്ബർ പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള ചർച്ചകൾ നിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിയ്യത്ത് വുദൂഇൽ വാജിബാണ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് അത് ഒരു മുജ്തഹിദ് അതിലേക്ക് എത്തിപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് വഴിയാണ്. കൃത്യമായ നസ്സൊന്നും അതിനില്ല. അതുപോലെ വൽ ഫാത്തിഹത്ത് വാജിബത്തുൻ ഫി സ്വലാത്തി സിദിയ്യത്തി വൽ ജഹ്രിയ്യത്തി അലാ അഹദിൽ അഖ്വാൽ. വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നുള്ള ഒരഭിപ്രായം അനുസരിച്ച് ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലും പതുക്കെ ഓതുന്ന നിസ്കാരത്തിലും ഫാത്തിഹ നിർബന്ധമാണ് എന്ന് പറഞ്ഞത് വേറൊരു ഉദാഹരണമാണ്. ഈ ഇജ്തിഹാദ് വഴി സ്ഥിരപ്പെട്ട ഹുക്മിന് ഉദാഹരണം. പതുക്കെ ഓതുന്ന നിസ്കാരത്തിലും ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലും ഏത് നിസ്കാരത്തിലായിക്കോട്ടെ ഇമാമോട് കൂടെയല്ല ഒരാൾ മുൻഫരിദായിട്ട് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹ ഓതിയാൽ മതി. ആദ്യത്തെ 2 റക്അത്തിൽ തന്നെ ഓതണമെന്നില്ല. 4 റക്അത്തുള്ള നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ തന്നെ ഓതണമെന്നില്ല, ഏതെങ്കിലും 2 റക്അത്തിൽ ഓതിയാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഹനഫി മദ്ഹബിന്റെ നിലപാടുള്ളത് ഫാത്തിഹനെ കുറിച്ച്. അവസാനത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹ അത് മുസ്തഹബാണ് ഒരഭിപ്രായത്തിൽ. പക്ഷെ ഫസ്റ്റത്തെ 2 റക്അത്തിൽ ഫാത്തിഹ ഓതണം. 3 റക്അത്ത് നിസ്കാരത്തിലും 4 റക്അത്ത് നിസ്കാരത്തിലും. ഇങ്ങനെയൊക്കെയാണ് ഹനഫികളെ കിതാബൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ മാലിക്കികളും അവരെ മുഅ്തമദ് ഇങ്ങനെയാണ്. ഏത് ഷാഫികളും ഒക്കെ പറഞ്ഞ മാതിരിയാണ്, നിർബന്ധമാണ് ഫാത്തിഹ ഓതൽ നിർബന്ധമാണെന്ന് പുറത്താണ് ഓരോ മുഅ്തമദ്. ഓരുടെ അതിനെ കുറിച്ച് ഖിലാഫ്. പിന്നെ ഹനാബിലത്തും ഷാഫിയത്തും ഒക്കെ പറഞ്ഞത് ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എല്ലാ റക്അത്തും. പിന്നെ ഇമാമോട് കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല. ഫാത്തിഹ ഓതരുത് എന്ന നിലപാടാണ് മാലിക്കിയത്തിനൊക്കെ ഉള്ളത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത്. ഹനഫികൾ പറഞ്ഞത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ അത് പതുക്കത്തെ നിസ്കാരമായിക്കോട്ടെ ഉറക്കത്തെ നിസ്കാരമായിക്കോട്ടെ എന്തായിക്കോട്ടെ ആ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല എന്ന്. ഇങ്ങനെ ഒരു നിലപാടാണ് ഹനഫികൾക്കുള്ളത്. അവരതിന് ഉദ്ധരിച്ച ഹദീസ് മറ്റുള്ളവരുടെ അടുത്ത് വൈഫ് ആയതുകൊണ്ട് അവരത് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ മൻഹജ് സാലിക്കിന്റെ ദർസിലൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഫാത്തിഹയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയടക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ മൈക്കിന് കംപ്ലൈന്റ് ഇല്ലല്ലോ. എനിക്ക് വേറെ ആർക്കെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ഇല്ല. ഓ സ്ക്രീന് ഇടക്ക് കാണുന്നുണ്ട്, ഇടക്ക് പോകുന്നുണ്ട്. അപ്പൊ കണ്ടു, പിന്നെയും പോയി. പിന്നെ അപ്പൊ ഒരു മസ്അല, എങ്ങനെയുള്ള മസ്അല? തുരീഖുഹു, അതിലേക്കുള്ള റൂട്ട്, അൽ ഖത്ഉ, അത് ഖണ്ഡിതമാണ്, അതിന്റെ ദലീല് ഖണ്ഡിതം ആണ്. അങ്ങനെയുള്ള ഒരു മസ്അല മിസ്ലു സ്വലാഹ് വാജിബത്തുൻ വസിന മുഹറമുൻ, നിസ്കാരം നിർബന്ധമാണ്, സിന മുഹറമാണ് എന്നൊക്കെ ഉള്ള മസ്അലകൾ പോലെ ഖത്അൻ എന്ന നിലക്ക് സ്ഥിരപ്പെട്ട മസ്അലകൾ. വഗൈറു ദാലിക മിനൽ മസായിലിൽ ഖത്ഇയ്യ, അതല്ലാത്ത ഖത്ഇയ്യായ മസ്അലകളും, നോമ്പ് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ മാതിരി, സക്കാത്ത് നിർബന്ധമാണ് എന്നൊക്കെ അതുപോലെ കളവ് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ മാതിരി മസ്അലകൾ. ഫലാ തുസമ്മ മഅരിഫതുഹാ ഫിഖ്ഹൻ, അപ്പൊ അതിനെക്കുറിച്ചുള്ള മഅരിഫത്തിന് ഫിഖ്ഹ് എന്ന് പേര് വെക്കപ്പെടുകയില്ല, പറയപ്പെടുകയില്ല. ഫിൽ ഇസ്തിലാഹി അലാ മാ ദക്കറഹുൽ മുസന്നിഫ്, മുസന്നിഫ് പറഞ്ഞതനുസരിച്ചുള്ള ഇസ്തിലാഹിൽ അതിനെക്കുറിച്ച് ഫിഖ്ഹ് എന്ന് പറയപ്പെടുക. മുസന്നിഫ് ഇവിടെ ഫിഖ്ഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഇജ്തിഹാദ് വഴിയായിട്ട് കിട്ടിയ അഹ്കാം ശർഇയ്യയെ കുറിച്ചുള്ള അറിവ്. ഇജ്തിഹാദ് വഴിയല്ലാതെ ഗണ്യതമായ നിലക്ക് കിട്ടിയ അറിവിനെ കുറിച്ച് നമ്മൾ ഫിഖ് എന്ന് പറയൂല എന്ന്. അതായത് ഇവരുടെ ഭാഷയിൽ, നമ്മളെ ജുവൈനിന്റെ ഭാഷയിൽ പറയൂല എന്ന്. അന്ന മഅരിഫത ദാലിക, കാരണം തീർച്ചയായിട്ടും ആ അറിവ്, അതിനെക്കുറിച്ചുള്ള അറിവ്, യശ്തരികു ഫിഹൽ ഖാസ്സു വൽ ആം, അതില് സാധാരണക്കാരനും പണ്ഡിതനും ഒക്കെ സെയിം ആണല്ലോ, എല്ലാവർക്കും ആ അറിവുണ്ടല്ലോ എന്ന്. വൽ ഫിഖ്ഹു ബിഹാദ തഅരീഫ് ലാ യതനാവലു ഇല്ലാ ഫിഖ്ഹൽ മുജ്തഹിദ്, ഈ തഅരീഫ് അനുസരിച്ച് ഫിഖ്ഹ് അത് മുജ്തഹിദിന്റെ ഫിഖ്ഹിനെ അല്ലാതെ ഉൾക്കൊള്ളൂല. മുജ്തഹിദിന്റെ ഫിഖ്ഹിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഫിഖ്ഹ് എന്ന് പറയാം. هذا هو تعريف أصول الفقه باعتبار مفرديه.
ഇതാണ് അതിന്റെ രണ്ട് മുഫ്രദുകളെ പരിഗണിക്കുമ്പം ഉസൂലുൽ ഫിഖഹിന്റെ താരീഫ്. അമ്മ തഅരീഫു സാനി, ഇനി രണ്ടാമത്തെ താരീഫ്, വഹുവ തഅരീഫുഹു ബിഇഅ്തിബാരിഹി അലമൻ അലാ ഹാദൽ ഫന്നിൽ മുഅയ്യനി വസയദ്കുറുഹുൽ മുസന്നിഫു ബഅദൽ കലാമി അലൽ അഹ്കാമി ശർഇയ്യ. അല്ലാഹു അഅലം. അമ്മ തഅരീഫു സാനി, രണ്ടാമത്തെ താരീഫ്, വഹുവ തഅരീഫുഹു ബിഇഅ്തിബാരിഹി അലമൻ അലാ ഹാദൽ ഫന്നി, ഈ ഫന്നിന്റെ ഒരു പേര് എന്ന നിലക്ക് പരിഗണിക്കുമ്പം ഈ ഉസൂലുൽ ഫിഖ് എന്ന ആ മുദാഫും മുദാഫുൻ ഇലൈഹിം കൂടിയുള്ള ആ മുറക്കബ്, അതിന്റെ താരീഫ് ഫസയദ്കുറുഹുൽ മുസന്നിഫ്, അതിനെക്കുറിച്ച് മുസന്നിഫ് പിന്നീട് പറയും ഇൻഷാ അല്ലാഹ്. ബഅദ അൽ കലാമി അലൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ അഹ്കാമുകൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂപ്പരയിലേക്കാണ് പോണത്. അല്ലാഹു അഅലം. ഇനി അടുത്തതായിട്ടുള്ള അഹ്കാമു ശർഇയ്യ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ദർസിൽ എടുക്കാം. ഇനി ഇൻഷാ അല്ലാഹ് ഒരു ദർസ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടായിരിക്കും, ഒരു പാർട്ട് ഏറ്റവും ചുരുങ്ങിയത്. അപ്പം അഹ്കാമു ശർഇയ്യ മൊത്തം ഒറ്റ ദർസ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. തീരാൻ പാടാണ്.